ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സണാലിറ്റിയിലെ MPC 3 ബ്ലോക്ക് 2 യൂണിറ്റ് 2 ആണ്. സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി ഓഫ് പേഴ്സണാലിറ്റി. സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി ഓഫ് പേഴ്സണാലിറ്റി അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ബന്ദൂറയാണ്, ആൽബർട്ട് ബന്ദൂറ, ഒരു കനോഡിയൻ അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആണ്. അവരെ പേരിലാണ് ഈ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി ഫേമസ് ആയിട്ടുള്ളത്. സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയിൽ പറയുന്നത് ദിസ് തിയറി ബേസ്ഡ് ഓൺ ദി ഐഡിയാസ് ദാറ്റ് പീപ്പിൾ ലേൺ ബൈ വാച്ചിങ് വാട്ട് അതേഴ്സ് ഡു. നമ്മുടെ ചുറ്റുപാടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയുള്ള നമ്മുടെ ഫാദർ ആവട്ടെ മദർ ആവട്ടെ ആരാവട്ടെ, അവര് എന്ത് ചെയ്യുന്നു അത് ഒബ്സർവ് ചെയ്തിട്ടാണ് ഓരോ വ്യക്തിയും ഓരോ ബിഹേവിയർ ഫോം ചെയ്യുന്നത്. ബേസ്ഡ് ഓൺ ദി ഐഡിയാസ് ദാറ്റ് പീപ്പിൾ ലേൺ ബൈ വാച്ചിങ് വാട്ട് അതേഴ്സ് ഡു. മറ്റുള്ളവർ എന്താ ചെയ്യുന്നത് അത് വാച്ച് ചെയ്തിട്ടാണ് നമ്മൾ ലേൺ ചെയ്തെടുക്കുന്നത് ഓരോ ബിഹേവിയറും. അതാണ് ഈ തിയറിയിൽ പറയുന്നത്, സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയിൽ. ഈ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി തന്നെ നമ്മൾ പറയുന്നുണ്ട് സോഷ്യൽ ലേണിംഗ് തിയറി എന്നും പറയുന്നുണ്ട്. ഇതിലുള്ള ഒബ്ജക്റ്റീവ്സ് വരുന്നത്, ഈ ചാപ്റ്ററിന്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത് സോഷ്യൽ കോഗ്നിറ്റീവ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി, നെക്സ്റ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് സോഷ്യൽ ലേണിംഗ് തിയറി ഓഫ് ബന്ദൂറ, കൺസെപ്റ്റ് ഓഫ് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം, ഡെവലപ്മെന്റ് ഓഫ് സെൽഫ് സിസ്റ്റം, പ്രിൻസിപ്പിൾ ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ് ആൻഡ് സോഴ്സ് ഓഫ് സെൽഫ് എഫിക്കസി, നെക്സ്റ്റ് ബന്ദൂറാസ് കൺസെപ്റ്റ് ഓഫ് വികാരിയസ് ലേണിംഗ്. ഇതാണ് ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഫസ്റ്റ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയെ കുറിച്ച് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെയാണ് ബന്ദൂറയുടെ തിയറിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലാസ്റ്റ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ആയിട്ടാണ് പറയുന്നത്. അപ്പൊ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഞാൻ പറഞ്ഞു മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു അത് ഒബ്സർവ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ലേൺ ചെയ്തെടുക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ബിഹേവിയറിൽ ഓരോ മോഡിഫിക്കേഷൻ വരുത്തുന്നത് എന്നാണ് ബന്ദൂറ പറയുന്നത്. Then social cognitive theorists agree that there is എന്താണ് സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഞാൻ പിന്നെ ഒരു വീഡിയോ അയക്കണ്ട്, ഇപ്പൊ അയക്കുന്നില്ല, പിന്നെ അയക്കണ്ട്, വീഡിയോ അയക്കണ്ട് ഇതിന്റെ ചാപ്റ്റേഴ്സിന്റെ പോയിന്റ്സ് വെച്ചിട്ട്. Social cognitive theorists agree that there is a fair amount of influence on development generated by learned behavior as a result of interaction with the environment in which one talks. സോഷ്യൽ ബന്ദൂറ പറയുന്നത് ഒരാള് വളർന്നു വരുന്ന ആ എൻവയോൺമെന്റിന്റെ ഇന്ററാക്ഷന്റെ ഫലമായിട്ടാണ് അവര് ബിഹേവിയറിന്ന് ഓരോന്ന് എൻവയോൺമെന്റിൽ നിന്ന് ഓരോന്ന് ലേൺ ചെയ്തെടുക്കുന്നുണ്ട്, അവരെ സറൗണ്ടിങ്സിൽ നിന്നും. അത് അവരുടെ ഡെവലപ്മെന്റിനൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. അതിൽ തന്നെ പറയുന്നത് പിന്നെന്താന്ന് വെച്ചാല് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എക്സ്പ്ലെയിൻസ് ബിഹേവിയർ ഇൻ ടേംസ് ഓഫ് കണ്ടിന്യൂസ് റെസിപ്രോക്കൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ. ഇതിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ളൊരു പോയിന്റ് ആണ്, ഫസ്റ്റ് തിയറിയാണ്. എന്താ പറയുന്നത് വെച്ചാൽ റെസിപ്രോക്കൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ കോഗ്നിറ്റീവ്, ബിഹേവിയർ ആൻഡ് എൻവയോൺമെന്റൽ ഡിറ്റർമിനൻസ്. കോഗ്നിറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ബിഹേവിയറൽ ആയിട്ടുള്ളതും എൻവയോൺമെന്റൽ ആയിട്ടുള്ള ഈ 3 ഫാക്ടേഴ്സിന്റെ റെസിപ്രോക്കൽ ഇന്ററാക്ഷന്റെ വഴിയാണ് നമ്മൾ ഇതിൽ ഒരു ബിഹേവിയർ ഫോം ചെയ്യുന്നതെന്നാണ് ഫസ്റ്റ് ബന്ദൂറ പറയുന്ന ഒരു പ്രിൻസിപ്പിള്. ദെൻ pupils' interaction with the environment, behaviors of others, and one's own cognition act as a chief factors in influencing the development of personality of an individual. ഈ 3 ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു കോഗ്നിറ്റീവ്, ബിഹേവിയറൽ, എൻവയോൺമെന്റ്. ഈ 3 ഫാക്ടേഴ്സ് ആർ നോട്ട് സ്റ്റാറ്റിക് അല്ല, അതുപോലെ തന്നെ ഇൻഡിപെൻഡന്റും അല്ല. ദേ ആർ ഓൾ റെസിപ്രോക്കൽ ആണ് ഉള്ളത്, ഈ 3 ഫാക്ടേഴ്സ് 3. ഇതിനൊരു എക്സാമ്പിൾ പറയുന്നത് എന്താ വെച്ചാല്, ഒരു കുട്ടി വളർന്നു വരുന്ന ഒരു ചുറ്റുപാട് തീരുമാനിക്കുന്നത് അവന്റെ ഫാദറാണ്. അവന്റെ ഫാദറിന്റെ മൈൻഡ് സെറ്റിനനുസരിച്ചായിരിക്കും അവന്റെ എൻവയോൺമെന്റ് എങ്ങനെയെന്ന് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഫാദർ നല്ല ഫ്രീഡം കൊടുത്താണ് കുട്ടിനെ വളർത്താൻ തീരുമാനിച്ചെന്നുണ്ടെങ്കിൽ ആ കുട്ടി നല്ല ഫ്രീഡത്തോടുകൂടി വളരും. അതല്ല കുറച്ചൊരു റെസ്ട്രിക്ഷൻ കൊടുത്തിട്ട് വളരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവും. അതിൽ ഫസ്റ്റ് പറയുന്നത് മെയിൻ ടീനറ്റ്സ് ഓഫ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി. അതിൽ 3 പോയിന്റ്സ് ആണ് പറയുന്നത്. പീപ്പിൾ ലേൺ ബൈ ഒബ്സർവിങ് അതേഴ്സ്. പീപ്പിൾ എങ്ങനെ ലേൺ ചെയ്യുന്നത്? മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്തിട്ടാണ്. ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ പറയുന്നത് എന്താ? വികാരിയസ് ലേണിംഗ് എന്ന് പറയുന്നത്. പീപ്പിൾ ലേൺ ബൈ ഒബ്സർവിങ് അതേഴ്സ്, എ പ്രോസസ് നോൺ ആസ് വികാരിയസ് ലേണിംഗ്. ഇതാണ് വികാരിയസ് ലേണിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. നെക്സ്റ്റ്, ലേണിംഗ് ക്യാൻ മോഡിഫൈ ബിഹേവിയർ. അത് ലേണിംഗ് ത്രൂ ലേണിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യാം. അതുപോലെ തന്നെ
മോഡിഫൈ ചെയ്യാം. പക്ഷെ pupil do not always apply what they have learned. പക്ഷെ എല്ലായ്പ്പോഴും ഒന്നും pupils അവർ ഒബ്സർവ് ചെയ്ത ബിഹേവിയർ അപ്ലൈ ചെയ്യൂല. എന്തെങ്കിലും ലൈഫിൽ ഒരു ആവശ്യം വന്നാലും പക്ഷെ അത് അപ്ലൈ ചെയ്യൂല. അങ്ങനത്തെ കേസും വരുന്നുണ്ട്. അത് ഇൻഡിവിജ്വൽസ് ചോയ്സസ് ബേസ്ഡ് ഓൺ പെർസീവ്ഡ് ഓർ ആക്ച്വൽ കോൺസിക്വൻസസ് ഓഫ് ദി കൺസേൺഡ് ബിഹേവിയർ. അതൊക്കെ അവരുടെ ചോയ്സിനനുസരിച്ച് അവരുടെ പെർസെപ്ഷൻ അതിനൊക്കെ അനുസരിച്ച് അതിൽ ചേഞ്ച് വരാൻ സാധ്യത. അത് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് മെയിൻ ടീനറ്റ്സിൽ വരുന്ന സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ pupil are more likely to follow the behaviors model by someone with whom they can identify. അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന വ്യക്തികളുടെ ബിഹേവിയേഴ്സ് ആയിരിക്കും കൂടുതലും ഫോളോ ചെയ്യല്. Then the more perceived commonalities and or emotional attachment between the observer and the model are more likely the observer will learn from the model. Second point ആണ് ഇപ്പൊ പറഞ്ഞത്. അതിൽ തേർഡ് പോയിന്റ് also the degree of self-efficacy യുടെ ഡിഗ്രി that a learner process directly affect is on her ability to learn. Self-efficacy എന്താണ് self-efficacy എന്ന് പറഞ്ഞാല് ഒരു ഫണ്ടമെന്റൽ ബിലീഫ്. Self-efficacy is a fundamental belief in one's ability to achieve a goal. ഒരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള അവനക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ള അവന്റെ ആ ഒരു എന്താ പറയുക ബിലീഫാണ്, ഫണ്ടമെന്റൽ ബിലീഫാണ് ഈ സെൽഫ് എഫിക്കസി പറയുന്നത്. ഈ സെൽഫ് എഫിക്കസി പറഞ്ഞ ഈ വേർഡും ഇതിനെ കുറിച്ചൊക്കെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ബന്ദുറ ഈ തിയറിയിൽ. അപ്പൊ സെൽഫ് എഫിക്കസിക്ക് അനുസരിച്ചായിരിക്കും അവര് എന്തിനെ എഫക്ട് ചെയ്യുന്നത്. ഡിഗ്രി ഓഫ് സെൽഫ് എഫിക്കസി ദാറ്റ് ലേണർ പ്രോസസ് ഡയറക്ട്ലി എഫക്ട്സ് ഇസ് ഓർ ഹെർ എബിലിറ്റി ടു ലേൺ. അവരുടെ ലേൺ ചെയ്യാനുള്ള കഴിവിനെ അല്ലെങ്കിൽ അവന്റെയോ അവളുടെയോ ലേൺ ചെയ്യാനുള്ള കഴിവിനെ എന്ത് ഡയറക്റ്റ് എഫക്ട് ചെയ്യും ഈ സെൽഫ് എഫിക്കസി. കൂടുതൽ സെൽഫ് എഫിക്കസി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഓരോ കാര്യങ്ങൾ കൂടുതൽ ലേൺ ചെയ്യാൻ കഴിയും. സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാല് എനിക്കൊരു ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയും എന്നുള്ള ആ ഒരു വ്യക്തിയുടെ ബിലീഫ്, ആ ഒരു ബിലീഫിനാണ് നമ്മൾ എന്ത് പറയുന്നത് സെൽഫ് എഫിക്കസി. സെൽഫ് എഫിക്കസി ഈസ് എ ഫണ്ടമെന്റൽ ബിലീഫ് ഇൻ വൺസ് എബിലിറ്റി ടു അച്ചീവ് എ ഗോൾ. Next, if a person believes that he or she can learn new behaviors, that would make the person much more successful in doing so. അതായത് ഒരു പേഴ്സൺ എന്താണ് he or she can learn new behaviors, അവർക്ക് അല്ലെങ്കിൽ അവൾക്ക് കഴിയും പുതിയ ബിഹേവിയേഴ്സ് ലേൺ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും, അവർ കൂടുതലായിട്ട് നല്ല സക്സസ്ഫുൾ ആയിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും. അതാണ് ഈ മെയിൻ ടീനറ്റ്സിൽ പറഞ്ഞ 3 പോയിന്റ്. പീപ്പിൾ ലേൺ ബൈ ഒബ്സർവിംഗ് അതേഴ്സ്, മറ്റുള്ളവരുടെ ഒബ്സർവ് ചെയ്തിട്ടാണ് പ്യൂപ്പിൾസ് ലേൺ ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വികാരസ് ലേണിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് കൂടുതലും പെട്ടെന്ന് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന ആളുകളായിരിക്കും അവർ കൂടുതലും ഫോളോ ചെയ്യൽ, മോഡലായിട്ട് എടുക്കല്. മോഡൽ എന്ന് പറഞ്ഞാല് നമ്മൾ ആരെയാണ് ഇപ്പൊ ഒരു കുട്ടി ഫാദറിനെയാണോ മോഡലാക്കി എടുക്കുന്നത്, ഫാദറിന്റെ എന്തെങ്കിലും ബിഹേവിയർ ആണ് അവർ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ അവിടെ മോഡൽ ആരാണ്, ഫാദർ ആണ്. ഈ കുട്ടി മോഡലാക്കി എടുത്ത ആരാണ്, ഫാദറിനെയാണ്. അപ്പോൾ the pupil are more likely to follow the behaviors model by someone with whom they can identify. അതാണ് സെക്കൻഡ് പോയിന്റ്. നെക്സ്റ്റ് സെൽഫ് എഫിക്കസി ആണ്. സെൽഫ് എഫിക്കസി കൂടുതലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഏതൊരു ഗോളായാലും അച്ചീവ് ചെയ്യാൻ പെട്ടെന്ന് സക്സസ്ഫുൾ ആയി ചെയ്യാനൊക്കെ കഴിയും. തേർഡ് പോയിന്റ് ആണ് സെൽഫ് എഫിക്കസി. അതാണ് മെയിൻ ടീനറ്റ്സിൽ 3 പോയിന്റ്സ് വരുന്നത്. നെക്സ്റ്റ് ആൽബർട്ട് ബന്ദുറ സോഷ്യൽ ലേണിംഗ് തിയറി. ഈ ആൽബർട്ട് ബന്ദുറയുടെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിനെ തന്നെയാണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് കൂടെ പറയുന്നത്. ഇതിൽ ആൽബർട്ട് ബന്ദുറയുടെ ഒരു ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. ആൽബർട്ട് ബന്ദുറ ബോൺ ചെയ്തത് December 4 1925 എവിടെയെന്ന് വെച്ചാൽ ഇൻ എ സ്മോൾ ടൗൺ ഓഫ് മുണ്ടറ ഇൻ നോർത്തേൺ ആൽബർട്ട, കാനഡ. ആൽബർട്ട് ബന്ദുറ ജനിച്ചത്. നെക്സ്റ്റ് ഹി റിസീവ്ഡ് ഹിസ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ സൈക്കോളജി ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ ഇൻ 1949. He went on to the University of Iowa where he received his PhD in 1952. After graduating, he took a postdoctoral position at the Wichita Guidance Center in Wichita, Kansas. അവരുടെ ഡിഗ്രികളും എല്ലാം കൂടെ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഈ ഒരു പാരഗ്രാഫില് 1953 he started teaching at Stanford University. Bandura was president of the APA in 1973. He received the APS Award for Distinguished Scientific Contribution in 1980. ഇത് ബന്ദുറന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അവർ എഴുതിയ ബുക്സിനെ കുറിച്ചാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. Bandura has presented his theory in series of books with Richard Walters as junior author. ബന്ദുറയും റിച്ചാർഡ് വാൾട്ടറും ആദ്യം ഫസ്റ്റ് തിയറി പ്രൊപ്പോസ് ചെയ്തത്. Bandura wrote Adolescent Aggression, in which social learning principles were used to describe the personality development. This was followed by another book, Social Learning and Personality Development. അവര് പബ്ലിഷ് ചെയ്ത ഓരോ ബുക്സ് ആണ് പിന്നെ പറയുന്നത്. In which Bandura and Walters presented the social learning principles they had developed. In 1969,
Bandura published Principles of Behavior Modification, in which he explained the application of behavioral techniques based on the learning principle to the modification of behavior. In 1973, he wrote Aggression, a social learning analysis, in which he attempted to provide a unified theoretical framework for analysis human thought and behavior. ഈ പേജ് നമ്പർ 30 ഈ പാരഗ്രാഫ് ഒക്കെ വരുന്നത്. അവര് ഓരോ ഇയറിലും എഴുതിയ ബുക്സിന്റെ ആദ്യം വാൾട്ടറിന്റെ കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് സ്റ്റഡി നടത്തി ബുക്സ് എഴുതിയത്. അതിനെ കുറിച്ചൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ പറയുന്നത് ഫസ്റ്റ് തിയറിയാണ് ബന്ദൂറ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബന്ദൂറ സോഷ്യൽ ലേണിംഗ് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഈസ് ഓൺ ദി premise that human behavior is largely acquired and that the principles of learning are sufficient to account for development and maintenance of behavior. Next, but the earlier learning theories were unable to, അതായത് earlier ലേണിംഗ് തിയറിസ്റ്റ് മുന്നുള്ള സൈക്കോളജിസ്റ്റ് ഒന്നും കൂടുതൽ അറ്റൻഷൻ കൊടുത്തിട്ടില്ല ഈ സോഷ്യൽ കോണ്ടാക്ട്സിൽ. അതായത് മറ്റുള്ളവരെ ഒബ്സർവ് ചെയ്തിട്ടാണ് ഓരോ ബിഹേവിയറും ഫോം ചെയ്യുന്നത്. അതിലല്ലെങ്കിൽ ബിഹേവിയറിൽ മോഡിഫിക്കേഷൻ വരുന്നത് സൊസൈറ്റിയിൽ നിന്ന് ആരുടെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടാണ് എന്നൊക്കെയുള്ള ഇതാണ് ബന്ദൂറ കൂടുതലും ഫോക്കസ് ചെയ്തത്. പക്ഷെ മുന്നുള്ള സൈക്കോളജിസ്റ്റ് ഒന്നും ഈ ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്തിട്ടില്ല. ബന്ദൂറ ഹാസ് ഡൺ എ ഗ്രേറ്റ് ഡീൽ ഓഫ് വർക്ക് ഓൺ സോഷ്യൽ ലേണിംഗ് ത്രൂ ഔട്ട് ഹിസ് കരിയർ. അവർ കരിയർ കംപ്ലീറ്റ് അവർ ഈ സോഷ്യൽ ലേണിംഗിൽ മാത്രമാണ് ഫോക്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈസ് ഫേമസ് ഫോർ ഹിസ് സോഷ്യൽ ലേണിംഗ് തിയറി, ഫേമസ് ആയിട്ടുണ്ട്. വിച്ച് ഹി ഹാസ് റീസെന്റ് നെയ്മഡ്. ആദ്യം സോഷ്യൽ ലേണിംഗ് തിയറി ആയിരുന്നു, പിന്നെ അത് റീനെയിം ചെയ്തിട്ടാണ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്ന് പേര് കൊടുത്തത്. ബന്ദൂറ ഈസ് സീൻ ബൈ മെനി ആസ് എ കോഗ്നിറ്റീവ് സൈക്കോളജിസ്റ്റ് ബിക്കോസ് ഓഫ് ഹിസ് ഫോക്കസ് ഓൺ motivational factors and self-regulatory mechanism that contribute to a person's behavior rather than just environmental factors. This focuses on the cognition. അതായത് ബന്ദൂറ ബിഹേവിയറിസത്തിലും അതുപോലെ തന്നെ കോഗ്നിഷനിലൊക്കെയാണ് കൂടുതലും ഫോക്കസ് ചെയ്തത്. നെക്സ്റ്റ് ബന്ദൂറയുടെ സോഷ്യൽ ലേണിംഗ് തിയറിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 3 ഹെഡിങ്സ് ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം. സെക്കൻഡ് വൺ ആണ് സെൽഫ് സിസ്റ്റം. തേർഡ് വൺ പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ്. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം. ഞാൻ കുറച്ച് മുന്നേ ഡിസ്കസ് ചെയ്തു. എന്താന്ന് വെച്ചാൽ കണ്ടിന്യൂസ് റെസിപ്രോക്കൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ കോഗ്നിറ്റീവ് ബിഹേവിയർ ആൻഡ് എൻവയോൺമെന്റൽ ഡിറ്റർമിനൻസ്. സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി എന്ന് പറഞ്ഞാല് ബന്ദൂറ പറയുന്നത് റെസിപ്രോക്കൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ കോഗ്നിറ്റീവ് ഫാക്ടേഴ്സിന്റെയും ബിഹേവിയറിന്റെയും എൻവയോൺമെന്റിന്റെയും റെസിപ്രോക്കൽ ഇന്ററാക്ഷനിലൂടെയാണ് അവിടെ സോഷ്യൽ ലേണിംഗ് തിയറി നടക്കുന്നു ആദ്യം ബന്ദൂറ പറഞ്ഞു. അതിലാണ് ഫസ്റ്റ് വൺ പറയുന്നത് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം. റെസിപ്രോക്കൽ ഡിറ്റർമിനിസം എന്ന് പറഞ്ഞാല് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി ഫേവേഴ്സ് എ മോഡൽ ഓഫ് കോസേഷൻ ഇൻവോൾവ് ട്രയാഡിക് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം. അത് ട്രയാങ്കിൾ ഷേപ്പിൽ എടുത്തിട്ട് ഞാൻ ആ വീഡിയോ അയക്കേണ്ട, ഇപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യുന്നില്ല, അതിൽ ഞാൻ അയക്കേണ്ട ശരിക്കും വ്യക്തമായിട്ട് കാണിക്കണ്ടേ എന്തൊക്കെ ഫാക്ടേഴ്സ് വരുന്നത് വെച്ചാല് ഇൻ ദിസ് മോഡൽ ഓഫ് റെസിപ്രോക്കൽ കോസേഷൻ ബിഹേവിയർ വരുന്നുണ്ട്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വരുന്നത്. മുകളിൽ ബി പേഴ്സണൽ ഫാക്ടേഴ്സ്, നെക്സ്റ്റ് ലെഫ്റ്റ് സൈഡിൽ ബി ബിഹേവിയർ ഫാക്ടേഴ്സ്, ഈ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ്. ഈ 3 ഫാക്ടേഴ്സും കൂടെ റെസിപ്രോക്കൽ ഇന്ററാക്ഷൻ വഴിയാണ് ഒരു ബിഹേവിയർ മോഡിഫിക്കേഷൻ വരുന്നതെന്നാണ് പറയുന്നത്. സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി ഫേവേഴ്സ് എ മോഡൽ ഓഫ് കോസേഷൻ ഇൻവോൾവ് ട്രയാഡിക് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം. ഇൻ ദിസ് മോഡൽ റെസിപ്രോക്കൽ കോസേഷൻ ബിഹേവിയർ പറയുന്നുണ്ട്. നെക്സ്റ്റ് പറയുന്നത് കോഗ്നിഷൻ ഉണ്ട്. ആൻഡ് അതർ പേഴ്സണൽ ഫാക്ടേഴ്സ് ആൻഡ് അതർ എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ് ഓൾ ഓപ്പറേറ്റ് ആസ് ഇന്ററാക്ടിംഗ് ഡിറ്റർമിനൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഈച്ച് അതർ ബൈ ഡയറക്ഷനിൽ. അങ്ങോട്ടും ഇങ്ങോട്ടും ബൈ ഡയറക്ഷനിലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് ഇത് 3. റെസിപ്രോക്കൽ കോസേഷൻ ഡസ് നോട്ട് മീൻ ദാറ്റ് ദ ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ് ആർ ഓഫ് ഈക്വൽ സ്ട്രെങ്ത്. അതായത് പേഴ്സണാലിറ്റി ഫാക്ടർ പി പറഞ്ഞു പേഴ്സണൽ ഫാക്ടേഴ്സ് പറഞ്ഞാൽ നമ്മൾ കോഗ്നിറ്റീവ് ഉണ്ടാവും, അഫക്റ്റീവ് ഉണ്ടാവും. അഫക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഇമോഷണലേ. നെക്സ്റ്റ് ബി ബയോളജിക്കൽ ഇവന്റ്സ്, ഈ എൻവയോൺമെന്റിൽ. അതായത് 3 ഫാക്ടേഴ്സ് ആണ്. ബി റെപ്രസെന്റ് ചെയ്യുന്നത് ബിഹേവിയർ, പി റെപ്രസെന്റ് ചെയ്യുന്നത് പേഴ്സണൽ ഫാക്ടേഴ്സ്, അതിൽ കോഗ്നിറ്റീവ്, അഫക്റ്റീവ്. പിന്നെ പി റെപ്രസെന്റ് ചെയ്യുന്നത് പേഴ്സണൽ ഫാക്ടേഴ്സ്, ബി റെപ്രസെന്റ് ചെയ്യുന്നത് ബയോളജിക്കൽ ഇവന്റ്സ്. ഈ 3 ഫാക്ടേഴ്സും കൂടെ റെസിപ്രോക്കൽ കോസേഷൻ ഡസ് നോട്ട് മീൻ ദാറ്റ്. അതായത് ഈ ഒരു 3 ഫാക്ടേഴ്സിന്റെ കൂടെ റെസിപ്രോക്കൽ ആയിട്ടുള്ള കോസേഷൻ പറഞ്ഞാൽ അതിൽ ഡസ് നോട്ട് മീൻ ദ ഡിഫറെന്റ് സോഴ്സ് ഓഫ് ഇൻഫ്ലുവൻസ് ആർ ഈക്വൽ. അതായത് പേഴ്സണൽ ഫാക്ടേഴ്സ് ആയിക്കോട്ടെ, ബയോളജിക്കൽ ആയിക്കോട്ടെ, എൻവയോൺമെന്റൽ ആയിക്കോട്ടെ, ഈ 3 ഫാക്ടേഴ്സിനും എന്തെല്ലാം ഈക്വൽ സ്ട്രെങ്ത് അല്ല എന്ന് പറയുന്നത്. ഈക്വൽ ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല. സംടൈംസ് എന്തായിരിക്കും പേഴ്സണൽ ഫാക്ടേഴ്സിൽ കൂടുതൽ സ്ട്രോങ് ആയിരിക്കും മറ്റേഴ്സിനേക്കാളും. ചിലപ്പോൾ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ആയിരിക്കും കൂടുതൽ സ്ട്രോങ്, ചിലപ്പോൾ എൻവയോൺമെന്റൽ ആയിരിക്കും. അപ്പൊ 3 ഫാക്ടേഴ്സും കൂടെ എങ്ങനെയാണ് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം ആണ് ഇവിടെ പറയുന്നത്.
ഒരേ സ്ട്രെങ്ത് അല്ല 3 ഫാക്ടേഴ്സിനും. അതാണ് ഈ റെസിപ്രോക്കൽ ഡിറ്റർമിനിസത്തിൽ ബന്ദൂറ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സം മേ ബി സ്ട്രോങ്ങർ ദാൻ അതേഴ്സ്. അതിൽ ചിലത് സ്ട്രോങ് ആയിരിക്കും, ചിലത് അപ്പൊ വീക്ക് ആയിരിക്കും. Nor do that reciprocal influence occur simultaneously. It takes time for a causal factor to exert its influence and activate reciprocal influence. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ കണ്ടാൽ മനസ്സിലാവും. ആ ട്രയാങ്കിൾ ഷേപ്പിൽ PBE എന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ പി ബി തമ്മിലുള്ള ഫാക്ടേഴ്സ് തമ്മിലുള്ള റെസിപ്രോക്കൽ കോക്സേഷൻ വഴി റിഫ്ലക്ട് ചെയ്യുന്നത് എന്താണ്? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ. ഇന്ററാക്ഷൻ എന്തിനൊക്കെ? പേഴ്സണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ വരുന്നത്? നമ്മുടെ കോഗ്നിറ്റീവ് ഉണ്ട്, അഫക്റ്റീവ് ഉണ്ട് എന്ന് പറഞ്ഞു. ബി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബയോളജിക്കൽ ഇവന്റ്സ് ആണ്. ഈ 2 ഫാക്ടേഴ്സിന്റെയും റെസിപ്രോക്കൽ കോക്സേഷൻ റിഫ്ലക്ട് ചെയ്യുന്നത് എന്താണ്? ഇന്ററാക്ഷൻ ബിറ്റ്വീൻ തോട്ട്, affect and action, expectations, beliefs, self-perceptions, goals and intention give shape and direction to behavior. ഈ ഫാക്ടേഴ്സിലൂടെ ചോദിച്ച് നമുക്ക് എന്ത് തരും? നമ്മുടെ ബിഹേവിയറിന് ഒരു ഷേപ്പ് ആൻഡ് ഡയറക്ഷൻ തരും. ഏത്? PB റെസിപ്രോക്കൽ കോഴ്സിനെ റിഫ്ലക്ട് ചെയ്തിട്ട്. നെക്സ്റ്റ് അത് പറയുന്നത് എന്താ വെച്ചാൽ വാട്ട് പീപ്പിൾ തിങ്ക്, എന്താണ് പീപ്പിൾ തിങ്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ എന്തെല്ലാം പീപ്പിൾസ് ബിലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്നത്, അതൊക്കെ എന്താണ്? ഈ PB പറഞ്ഞ റെസിപ്രോക്കൽ കോസേഷന്റെ റിഫ്ലക്ട് വഴിയാണ് നമുക്ക്, അതിന്റെ ഇന്ററാക്ഷൻ വഴിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. അഫക്ട്സ് ഹൗ ദേ ബിഹേവ്, അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്നൊക്കെ. അത് PB ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ആണ് EP. ഞാനിപ്പോ പേജ് 131 ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് EP സെഗ്മെന്റ് ഓഫ് റെസിപ്രോക്കൽ ക്യാരക്ടറിസ്റ്റിക്. EP സെഗ്മെന്റ് അതിൽ റെസിപ്രോക്കൽ കോസേഷൻ റിഫ്ലക്ട് ചെയ്യുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ്? EP എന്ന് പറഞ്ഞ ഒന്ന് എക്സ്റ്റേണൽ എൻവയോൺമെന്റ് ആണ്. P എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കോഗ്നിറ്റീവ് ആണ്, അഫക്റ്റീവ് നമ്മൾ ഇമോഷൻസ് ഒക്കെ വരും. EP സെഗ്മെന്റ് ഓഫ് റെസിപ്രോക്കൽ കോസേഷൻ കൺസേൺഡ് വിത്ത് ദി ഇന്ററാക്ഷൻ റിലേഷൻ ബിറ്റ്വീൻ. ഏതിന്റെയൊക്കെ ഇന്ററാക്ഷൻ റിലേഷൻ ആണ്? പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസ്. പേഴ്സണൽ ക്യാരക്ടറിസ്റ്റിക്സിന്റെയും എൻവയോൺമെന്റ് ഇൻഫ്ലുവൻസിന്റെയും റെസിപ്രോക്കൽ ഇന്ററാക്ഷൻ വഴിയുള്ളതാണ് EP സെഗ്മെന്റ് ഓഫ് റെസിപ്രോക്കൽ കോസേഷൻ. Human expectation, beliefs, say, emotional bends and cognitive competencies are developed and modified by social influences. Next ആണ് the BE segment of reciprocal causation. ഈ BE segment of തേർഡ് വൺ ആണ് BE. ഫസ്റ്റ് വൺ നമ്മൾ പറഞ്ഞു PB reciprocal causation പറഞ്ഞു, സെക്കൻഡ് വൺ EP പറഞ്ഞു, തേർഡ് വൺ ആണ് B. ബയോളജിക്കൽ ഇവന്റ്സും എക്സ്റ്റേണൽ എൻവയോൺമെന്റും കൂടെയുള്ള റെസിപ്രോക്കൽ കോസേഷന്റെ വഴി അതൊരു ട്രയാഡിക് സിസ്റ്റം ആണ്. അതെന്താ? 2-way ഇൻഫ്ലുവൻസ് ആയിരിക്കും. ട്രയാഡിക് സിസ്റ്റം റെപ്രസെന്റ് 2-way ഇൻഫ്ലുവൻസ് ആയിരിക്കും. ഏതൊക്കെ ഫാക്ടേഴ്സിന്റെ? ബിറ്റ്വീൻ ബിഹേവിയർ ആൻഡ് ദ എൻവയോൺമെന്റ്. ബിഹേവിയർ ഫാക്ടേഴ്സിന്റെയും ബയോളജിക്കൽ ഇവന്റ്സിന്റെയും BE എന്ന് പറഞ്ഞ ബയോളജിക്കൽ ഇവന്റ്സിന്റെയും എൻവയോൺമെന്റിന്റെയും റെസിപ്രോക്കൽ കോസേഷൻ വഴിയുള്ളതാണ് നമ്മളിവിടെ പറയുന്നത്. ട്രയാഡിക് സിസ്റ്റം റെപ്രസെന്റ് 2-way ഇൻഫ്ലുവൻസ് ആയിരിക്കും എന്തിന്റെയൊക്കെ ഇടയിലുള്ള? ബിഹേവിയറിന്റെയും എൻവയോൺമെന്റിലെയും. ഇൻ ദ ട്രാൻസാക്ഷൻ എവരിഡേ ലൈഫ് ബിഹേവിയർ alters the environmental conditions and is in turn altered by the very conditions it creates. Because of the bidirectionality of influence between behavior and environmental circumstance, people are both product and people ചിലപ്പോൾ പ്രൊഡക്റ്റോ അതുപോലെ പ്രൊഡ്യൂസേഴ്സ് of their environment. They affect the nature of their experienced environment through the selection and creations of situations. Okay, അപ്പൊ ഇങ്ങനെ 3 റെസിപ്രോക്കൽ ഇന്ററാക്ഷൻ ആണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. റെസിപ്രോക്കൽ ഡിറ്റർമിനിസം എന്ന ടോപ്പിക്കിൽ ബന്ദുറ എക്സ്പ്ലെയിൻ ചെയ്ത് ഇത് 3 റെസിപ്രോക്കൽ ആയിട്ടാണ്. ഇന്ററാക്ഷന് ഡയറക്റ്റ് അല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളാണ് ബന്ദുറ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. നെക്സ്റ്റ്, thus a complete analysis of behavior from reciprocal and determinism requires consideration of all 3 sets of behavior: cognitive, behavioral, environment influence one another. അതിനുശേഷം റെസിപ്രോക്കൽ ഡിറ്റർമിനിസത്തിന് ശേഷം ബന്ദുറ എന്ത് ഡിസ്കസ് ചെയ്ത? പേഴ്സണൽ ഡിറ്റർമിനൻസ് ഓഫ് ബിഹേവിയർ ഇൻ ടേംസ് ഓഫ് പേഴ്സണൽ ഡിറ്റർമിനൻസ് ഓഫ് ബിഹേവിയറിലെ പേഴ്സണൽ ഡിറ്റർമിനൻസ് എന്തിന്റെ ടൈമിലാണ് അവർ എക്സ്പ്ലെയിൻ? സെൽഫ് സിസ്റ്റം ആൻഡ് ദ ഇൻഡിവിജ്വൽസ് സെൽഫ് എഫിക്കസി. സെൽഫ് സിസ്റ്റം അതുപോലെ തന്നെ സെൽഫ് എഫിക്കസി എക്സ്പ്ലെയിൻ ചെയ്തു. അടുത്തതാണ് ഞാൻ പറയാൻ പോകുന്നത്. റെസിപ്രോക്കൽ ഡിറ്റർമിനിസം കഴിഞ്ഞു. നെക്സ്റ്റ് സെൽഫ് സിസ്റ്റം ആണ്. സെൽഫ് സിസ്റ്റം ഫോം ചെയ്യാൻ കാരണം റെസിപ്രോക്കൽ ഡിറ്റർമിനിസം പറഞ്ഞു പേഴ്സണൽ ഫാക്ടേഴ്സും ബയോളജിക്കൽ ഇവന്റ്സും ആൻഡ് എക്സ്റ്റേണൽ എൻവയോൺമെന്റും ഈ 3 ഫാക്ടേഴ്സ് റെസിപ്രോക്കൽ ഇന്ററാക്ഷൻ വഴിയാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിനുശേഷം ഇങ്ങനെയൊക്കെ വന്നപ്പോൾ റെസിപ്രോക്കൽ ഇന്ററാക്ഷനെ കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ അവിടെ എന്ത് വന്നു?
It is evident from the reciprocal determinants that all three segments are mutually interactive. Mutually interactive. പക്ഷെ അവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു. ഇത് മ്യൂച്വലി റെസിപ്രോക്കൽ ആയിട്ടാണല്ലോ ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ now the question arises that do they have some starting point? അവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ഉണ്ടോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ബന്ദുറക്ക് തിയറിന്റെ എതിരെ വന്നു. അപ്പൊ ബന്ദുറ അതിന് ആൻസർ ചെയ്തു യെസ് ഇറ്റ് ഹാവ് എ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അത് ആ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് എന്ത് ഈ സെൽഫ് സിസ്റ്റം. അങ്ങനെയാണ് സെൽഫ് സിസ്റ്റം ഫോം ചെയ്തത്. ഇൻ സോഷ്യൽ ലേണിംഗ് തിയറിയിലെ സെൽഫ് സിസ്റ്റം പറയുന്നത് ഇസ് നോട്ട് എ സൈക്കിക് ഏജന്റ്. ഇതൊരു സൈക്കിക് ഏജന്റ് അല്ല. ദാറ്റ് കൺട്രോൾസ് ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാൻ ഒരു സൈക്കിക് ഏജന്റ് അല്ല സെൽഫ് സിസ്റ്റം. Rather, it refers to the cognitive structures that provide reference mechanism to set of functions for perception, evaluation and regulation of behavior. Behavior regulationum, evaluationum, perceptionum ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു മെക്കാനിസം ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് എന്ത് ഈ സെൽഫ് സിസ്റ്റം. And understanding of self-generated influence subsumed in the self system is necessary for the explanation prediction of human behavior. ഇതിൽ സെൽഫ് സിസ്റ്റത്തിൽ പറയുന്നത് എന്താന്ന് വെച്ചാല് ബന്ദൂർ പറയുന്നത് അക്കോർഡിംഗ് ടു ബന്ദൂർ ദ 3 component process involved in self regulation of behavior through the activation of self prescribed contingencies. ഈ സെൽഫ് സിസ്റ്റത്തില് 3 components എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആ 3 components ആണ് സെൽഫ് സിസ്റ്റം, ആർ സെൽഫ് ഒബ്സർവേഷൻ ആൻഡ് ജഡ്ജ്മെന്റൽ പ്രോസസ് ആൻഡ് സെൽഫ് റെസ്പോൺസ്. അതിൽ സെൽഫ് സിസ്റ്റത്തില് 4 points ആണ് പറയുന്നത് ബന്ദൂറ. അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത് സെൽഫ് ഒബ്സർവേഷൻ. സെൽഫ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫ് അതിൽ തന്നെ ഉണ്ടാകും മീനിങ്. വി ലുക്ക് അറ്റ് അവർ സെൽഫ്, നമ്മളിലേക്ക് നോക്കുക, അവർ ബിഹേവിയർ നമ്മളെ ബിഹേവിയറിലേക്ക് നോക്കുക ആൻഡ് കീപ് ടാബ്സ് ഓൺ ഇറ്റ്. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വണ്ണാണ് എന്ത് സെക്കൻഡ് പോയിന്റ് ആണ് സെൽഫ് സിസ്റ്റത്തിൽ വരുന്ന സെക്കൻഡ് പോയിന്റ് ആണ് ജഡ്ജ്മെന്റ്. ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ വി കമ്പയർ വാട്ട് വി സി വിത്ത് എ സ്റ്റാൻഡേർഡ്. നമ്മൾ എന്ത് കമ്പയർ ചെയ്യും, നമ്മൾ കാണുന്ന ഒരു സ്റ്റാൻഡേർഡോട് നമ്മൾ കമ്പയർ ചെയ്യാം. എന്തായാലും എക്സാമ്പിൾ എന്താ വെച്ചാൽ വി ക്യാൻ കമ്പയർ അവർ പെർഫോമൻസ് വിത്ത് ട്രാഡിഷണൽ സ്റ്റാൻഡേർഡ്. ട്രാഡിഷണൽ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ്സിനോട് നമ്മൾ പെർഫോമൻസ് കമ്പയർ ചെയ്യാം, സച്ച് ആസ് റൂൾസ് ഓഫ് എത്തിക്സ്. ഓക്കെ, അതേപോലെ തന്നെ വി ക്യാൻ ക്രിയേറ്റ് ആർബിട്രറി വൺ. അതായത് ഐ വിൽ റീഡ് എ ബുക്ക് എ വീക്ക്, ഞാൻ ഒരു വീക്ക് ഒരു ബുക്ക് വായിക്കും, അങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കുക. അല്ലെങ്കിൽ വി ക്യാൻ കോമ്പീറ്റ് വിത്ത് അതേഴ്സ് ഓർ വിത്ത് അവർ സെൽഫ്. അല്ലെങ്കിൽ നമ്മളോട് തന്നെ ഒരു മത്സരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരൊരു മത്സരിക്കുക. അതാണ് ഈ ജഡ്ജ്മെന്റിൽ പറയുന്നത്. നെക്സ്റ്റ് തേർഡ് പോയിന്റ് ആണ് അതിൽ പറയുന്നത് സെൽഫ് റെസ്പോൺസ്. ഇഫ് യു ഡിഡ് വെൽ ഇൻ കമ്പാരിസൺ വിത്ത് യുവർ സ്റ്റാൻഡ്. നമ്മളിപ്പോ ഒരു സ്റ്റാൻഡേർഡിനോട് കമ്പയർ ചെയ്യാൻ പറഞ്ഞു, എന്തെങ്കിലും സ്റ്റാൻഡേർഡിനോട് നമ്മൾ കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്ത് കൊടുക്കുക, യു ഗിവ് യുവർ സെൽഫ് റിവാർഡിങ് സെൽഫ് റെസ്പോൺസ്. ഇഫ് യു ഡിഡ് നമ്മൾ നന്നായിട്ട് ചെയ്താൽ സ്റ്റാൻഡേർഡ് കമ്പയർ നമ്മൾ നന്നായിട്ട് അത് ചെയ്താൽ യു ഗിവ് യുവർ സെൽഫ് റിവാർഡിങ് സെൽഫ് റെസ്പോൺസസ്. ഇനി ഇഫ് യു ഡിഡ് പ്യുവർലി നമ്മൾ മര്യാദക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്ത് കൊടുക്കുക, യു ഗിവ് യുവർ സെൽഫ് പണിഷിംഗ് സെൽഫ് റെസ്പോൺസസ്. These self-responses can range from the obvious to the more covert. അപ്പൊ സെൽഫ് സിസ്റ്റത്തിൽ പറഞ്ഞ ഫസ്റ്റ് പോയിന്റ് ആണ് സെൽഫ് ഒബ്സർവേഷന്, സെക്കൻഡ് വൺ ആണ് ജഡ്ജ്മെന്റ്, തേർഡ് വൺ ആണ് സെൽഫ് റെസ്പോൺസ്, ഫോർത്ത് വൺ ആണ് സെൽഫ് എഫിക്കസി. സെൽഫ് എഫിക്കസി പറഞ്ഞ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തു, നമുക്ക് ഒരാൾക്ക് ഒരു ഗോൾ അച്ചീവ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ട് എന്നുള്ള എനിക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയും, എനിക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ട് എന്നുള്ള ഒരു വ്യക്തിയുടെ ഒരു ബിലീഫാണ് എന്ത് ഈ സെൽഫ് എഫിക്കസി. സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞ വെരി ഇമ്പോർട്ടന്റ് കൺസെപ്റ്റ് ഇൻ സൈക്കോളജി ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് വെൽ വിത്ത് സെൽഫ് റെഗുലേഷൻ ഈസ് സെൽഫ് എഫിക്കസി. ഇഫ് ഓവർ ദി ഇയേഴ്സ് യു ഫൈൻഡ് യുവർ സെൽഫ് മീറ്റിംഗ് യുവർ സ്റ്റാൻഡേർഡ്സ് ലൈഫ് ലോഡഡ് വിത്ത് സെൽഫ് പ്രൈസ് ആൻഡ് സെൽഫ് റിവാർഡ്, യു വിൽ ഹാവ് എ സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ്. നിങ്ങൾക്കൊരു you will have a strong sense of self-efficacy. If on the other you find yourself for her failing to meet your standard, punish yourself. അതായത് നമുക്ക് സ്ട്രോങ് ആയിട്ടുള്ള സെൽഫ് എഫിക്കസി ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അതല്ല നമുക്ക് യു ഫൈൻഡ് യുവർ സെൽഫ് ഫോർ അവർ ഫെയിലിംഗ് ടു മീറ്റ് യുവർ നമ്മൾ സ്റ്റാൻഡേർഡിനോട് നമ്മൾ എന്താ പറയാ ഡിസിഷൻ എടുത്തല്ലോ, നമ്മൾ സ്റ്റാൻഡേർഡിനോട് നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യുന്നു, ആ സ്റ്റാൻഡേർഡിനോട് നമുക്ക് മീറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല, അത് നമ്മൾ ഫെയിൽ ആയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ എന്ത് ചെയ്യാം, പണിഷ് യുവർ സെൽഫ്. യു വിൽ ഹാവ് എ പുവർ സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി. അപ്പോൾ സെൽഫ് എഫിക്കസി എന്തിന്റെ പ്ലേസ് ആൻ ഇമ്പോർട്ടന്റ് റോൾ ഇൻ ദ ബന്ദൂറാസ് തിയറി ഓഫ് സെൽഫ് സിസ്റ്റം. ബന്ദൂറയുടെ തിയറിയുടെ സെൽഫ് സിസ്റ്റത്തില് സെൽഫ് എഫിക്കസി എന്തിന്റെ ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നുണ്ട്. നെക്സ്റ്റ്
പാരഗ്രാഫ് പറയുന്നത് സെൽഫ് എഫിക്കസി ഈസ് എ ബിലീഫ് ഇൻ ഹിസ്റ്ററി. ഇതിവിടെ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാണ്. ബന്ധുറ സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ ദ ബിലീഫ് ഇൻ വൺസ് കാപ്പബിലിറ്റീസ് ടു ഓർഗനൈസ് ആൻഡ് എക്സിക്യൂട്ട് ദ കോഴ്സസ് ഓഫ് ആക്ഷൻ റിക്വയർഡ് ടു മാനേജ് പ്രോസ്പെക്റ്റീവ് സിറ്റുവേഷൻസ്. ഇൻ അതർ വേർഡ് സെൽഫ് എഫിക്കസി എന്ന് പറഞ്ഞാൽ പേഴ്സൺസ് ബിലീഫ് ആണ് ഇൻ ഹിസ് ഓൺ ഹെർ എബിലിറ്റി ടു സക്സീഡ് ഇൻ എ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ സക്സീഡ് ചെയ്യാനുള്ള അവന്റെ അല്ലെങ്കിൽ അവളുടെ ഒരു കഴിവിനെ, എനിക്ക് ആ കഴിവുണ്ട് എന്നുള്ള ആ ഒരു പേഴ്സൺ ബിലീഫിനെയാണ് നമ്മൾ എന്താ പറയുക സെൽഫ് എഫിക്കസി എന്ന് പറയുന്നത്. ബന്ധുറ ഡിസ്ക്രൈബ്ഡ് ദിസ് ഈ സെൽഫ് എഫിക്കസിക്കായിട്ട് തന്നെ ബന്ധുറ പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ബന്ധുറ ഡിസ്ക്രൈബ്ഡ് ദിസ് ബിലീഫ്സ് ആസ് എ ഡിറ്റർമിനൻസ് ഓഫ് ഹൗ പീപ്പിൾ തിങ്ക് ബിഹേവ് ഫീൽ. ബന്ധുറ പിന്നെ എന്ത് ചെയ്തു, പബ്ലിഷ് ചെയ്ത് ഹിസ് സെമിനൽ പേപ്പർ സെൽഫ് എഫിക്കസി ടുവാർഡ് എ യൂണിഫൈഡ് തിയറി ഓഫ് ബിഹേവിയറൽ ചേഞ്ച്. ഈ സെൽഫ് എഫിക്കസിയുടെ ടോപ്പിക്കിന്റെ ബേസിൽ സെമിനൽ പേപ്പർ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. The subject has become one of the most studied topics in psychology. Psychology തന്നെ one of the most studied topics ആയിരുന്നു എന്ത് സെൽഫ് എഫിക്കസി. അപ്പൊ ഈ തിയറിയിലെ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് സെൽഫ് എഫിക്കസി. സെൽഫ് എഫിക്കസി ബിക്കം സച്ച് എൻ ഇമ്പോർട്ടന്റ് ടോപ്പിക് ഐ മീൻ സൈക്കോളജിസ്റ്റിനും എഡ്യൂക്കേറ്റേഴ്സ്, സൈക്കോളജിസ്റ്റിനും എഡ്യൂക്കേറ്റേഴ്സിനും ഒക്കെ എന്താണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിരുന്നു ഈ സെൽഫ് എഫിക്കസി. Bandura and other researchers have demonstrated self-efficacy can have impact on everything from psychological states to behavior to motivation. അതായത് അപ്പൊ സെൽഫ് എഫിക്കസി ഒരാളുടെ എല്ലാ വശങ്ങളിലും എന്താണ് ഇമ്പോർട്ടന്റ് റോൾ വഹിക്കുന്നുണ്ട്. അപ്പൊ റോൾ ഓഫ് സെൽഫ് എഫിക്കസി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റോൾ ഓഫ് സെൽഫ് എഫിക്കസി ആണ്. ബന്ധുരയുടെ തിയറി ഇത് ഫസ്റ്റ് പറഞ്ഞ നമ്മൾ റെസിപ്രോക്കൽ ഡിറ്റർമിനിസ്റ്റ് ആണ്. 3 ഫാക്ടേഴ്സ് റെസിപ്രോക്കൽ ആയിട്ടുള്ള ഇന്ററാക്ഷന്. സെക്കൻഡ് വേണം നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന സെൽഫ് സിസ്റ്റം. ഈ സെൽഫ് സിസ്റ്റത്തിലാണ് നമ്മൾ 4 പോയിന്റ്സ് പറഞ്ഞത്. സെൽഫ് ഒബ്സർവേഷന്, ജഡ്ജ്മെന്റ്, സെൽഫ് റെസ്പോൺസ്, സെൽഫ് എഫിക്കസി. ആ സെൽഫ് എഫിക്കസിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ സെൽഫ് എഫിക്കസിയുടെ റോൾ ആണ് പറയുന്നത്. അതായത് virtually all people can identify goals they want to accomplish, think they would like to change and they think they would like to achieve. അതായത് എല്ലാ പീപ്പിൾസിനും അറിയാം എന്ത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നുണ്ട് എന്ത് ഗോൾസ് ദേ വാണ്ട്, അവർക്ക് അക്കംപ്ലിഷ് ചെയ്യേണ്ട ഗോൾസ് എന്താണോ, തിങ്സ് ദേ വുഡ് ലൈക്ക് ടു, അവർക്ക് ചേഞ്ച് ചെയ്യേണ്ട കാര്യങ്ങളോ അതുപോലെ തന്നെ അവർക്ക് അച്ചീവ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ however most pupils also realize that putting these plans into action is not quite so simple. പക്ഷെ ചിലരെന്ത് വിചാരിക്കും ഇതിന് അത്ര വലിയ സിമ്പിൾ അല്ല, അതുകൊണ്ട് അവർ അതിനോട്ട് എന്ത് മുന്നിട്ട് ഇറങ്ങൂല. അപ്പൊ അവിടെ പറയുന്നത് ബന്ധൂറ ആൻഡ് അതേഴ്സ് ഹാവ് ഫൗണ്ട് ദാറ്റ്, അപ്പൊ ബന്ധൂറയും മറ്റ് സൈക്കോളജിസ്റ്റ് എന്ത് ചെയ്തു, ആൻഡ് ഇൻഡിവിജ്വൽ സെൽഫ് എഫിക്കസി പ്ലേസ് ആൻഡ് മേജർ റോൾ. ഒരു ഇൻഡിവിജ്വലിന്റെ സെൽഫ് എഫിക്കസി മേജർ ആയിട്ടുള്ള റോൾ വഹിക്കുന്നുണ്ട് എന്തിലെ, ഹൗ ഗോൾസ്, ടാസ്ക് ആൻഡ് ചാലഞ്ചസ് ആർ അപ്രോച്ച്. എങ്ങനെ ഒരു ഗോൾ അറ്റൻഡ് ചെയ്യുന്ന, അല്ലെ ടാസ്ക് അറ്റൻഡ് ചെയ്യുന്ന, അല്ലെ ചാലഞ്ച്, ഇതിനൊക്കെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ സെൽഫ് എഫിക്കസി മേജർ റോൾ വഹിക്കുന്നുണ്ട്. അപ്പൊ അതിൽ കുറച്ച് പോയിന്റ്സ് പറയുന്നുണ്ട്. പീപ്പിൾ വിത്ത് എ സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി. സ്ട്രോങ് സെൽഫ് എഫിക്കസി ഉള്ള പീപ്പിൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ 4 പോയിന്റ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ദേ വ്യൂ ചാലഞ്ചിങ് പ്രോബ്ലംസ് ആസ് ടാസ്ക് ടു ബി മാസ്റ്റേർഡ്. അവർ എന്ത് കണ്ടെത്തോ, ചാലഞ്ചിങ് പ്രോബ്ലംസ്. അവർക്ക് ഇങ്ങനെയുള്ള സ്ട്രോങ് സെൽഫ് എഫിക്കസി ഉള്ള ആളുകൾ കൂടുതൽ ചാലഞ്ചിങ് പ്രോബ്ലംസ് ആയിരിക്കും അറ്റൻഡ് ചെയ്യും. ദേ ഡെവലപ്പ് ഡീപ്പർ ഇൻട്രസ്റ്റ് ഇൻ ദ ആക്ടിവിറ്റീസ് ഇൻ വിച്ച് ദേ പാർട്ടിസിപ്പേറ്റ്. അവർ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ചാലഞ്ചിങ് ടാസ്കും പ്രോബ്ലംസ് ഒക്കെ ഇല്ല, അതിൽ അവരെന്തേക്കും ഡെവലപ്പ് ഡീപ്പർ ഇൻട്രസ്റ്റ്, കൂടുതൽ ഇൻട്രസ്റ്റ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യും, നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും ഇങ്ങനെയുള്ള കൂടുതൽ സ്ട്രോങ് സെൽഫ് എഫിക്കസി ഉള്ള ആളുകളെ. നെക്സ്റ്റ് ദേ ഫോം എ സ്ട്രോങ്ങർ സെൻസ് ഓഫ് കമ്മിറ്റ്മെന്റ് ടു ദർ ഇൻട്രസ്റ്റ് ഇൻ ആക്ടിവിറ്റീസ്. അവർ എന്ത് ഫോം ചെയ്യും, സ്ട്രോങ് ആയിട്ടുള്ള സെൻസ് ഓഫ് കമ്മിറ്റ്മെന്റ് ഉണ്ടാവും എന്തിനോട്, ടു ദർ ഇൻട്രസ്റ്റ് ആൻഡ് ആക്ടിവിറ്റീസിനോട്. ഫോർത്ത് വൺ ആണ് ദേ റിക്കവർ ക്വിക്ലി ഫ്രം സെറ്റ് ബാക്സ് ആൻഡ് ഡിസപ്പോയിന്റ്മെന്റ്. ഇനി അവർക്ക് പെട്ടെന്ന് ഡിസപ്പോയിന്റ്മെന്റ്, എന്തെങ്കിലും ഒരു ബാഡ് സിറ്റുവേഷൻ വന്നാൽ അവർ അതിനൊക്കെ പെട്ടെന്ന് റിക്കവർ ആവും. ഇതാണ് ഈ 4 പോയിന്റ്സ് പറയുന്നത്. എങ്ങനെയുള്ള സ്ട്രോങ് സെൽഫ് എഫിക്കൻസി പേഴ്സൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഈ 4 points. They view challenging problems as tasks to be mastered. They develop a deeper interest in the activities in which they participate, and they form a stronger sense of commitment to their interests and activities. And last one, they recover quickly from setbacks and disappointments. Second പറയുന്നത് വീക്ക് സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി ഉള്ള പേഴ്സൺസിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് പറയുന്നത്. അവരെന്ത് ചെയ്യും, ദേ അവോയ്ഡ് ചാലഞ്ചിങ് ടാസ്ക്. ചാലഞ്ചിങ് ടാസ്ക് അവർ അവോയ്ഡ് ചെയ്യും, മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യും. ഇതിന്റെ കൂടെ അത് കഴിയൂല എന്നുള്ള രീതിയിൽ അവർ അവോയ്ഡ് ചെയ്യും. ദേ ബിലീവ് ദാറ്റ് ഡിഫിക്കൽട്ട് ടാസ്ക് ആൻഡ് സിറ്റുവേഷൻ ആർ ബിയോണ്ട് ദെയർ കാപ്പബിലിറ്റീസ്. അവരെന്ത് വിശ്വസിക്കും, ഈ ഡിഫിക്കൽട്ട് ടാസ്ക് അതുപോലെ അവരുടെ സിറ്റുവേഷൻ ഒക്കെ വന്നാൽ അവർക്ക് കഴിയൂല, അവരതിന് കേപ്പബിൾ അല്ല, ബിയോണ്ട് ദെയർ കാപ്പബിലിറ്റീസ്. അവരുടെ കാപ്പബിലിറ്റീസിന് ബിയോണ്ട് ആണെന്ന്
അവർ വിശ്വസിക്കുന്നത്. എങ്ങനെയുള്ള വീക്ക് സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി ഉള്ള ആളുകളെ. ദേ ഫോക്കസ് ഓൺ പേഴ്സണൽ ഫെയിലിങ്സ് ആൻഡ് നെഗറ്റീവ് ഔട്ട്കംസ്. അവരെപ്പോഴും ഫോക്കസ് ചെയ്യില്ല അവർ പരാജയങ്ങൾ, പേഴ്സണൽ ഫെയിലിങ്സ് ആൻഡ് നെഗറ്റീവ് ഔട്ട്കംസ്, നെഗറ്റീവ് ആയിട്ടുള്ള ഔട്ട്കംസിലെ മാത്രം ഫോക്കസ് ചെയ്യുള്ളൂ. ഞാൻ ചെയ്താൽ ഞാൻ തോൽക്കും, അങ്ങനെയൊക്കെയുള്ള ഒരു ധാരണ അവർക്ക് വരും. അങ്ങനെയുള്ളവര് ഈ വീക്ക് ആയിട്ടുള്ള സെൽഫ് എഫിക്കസി ഉള്ള പേഴ്സൺസ്. നെക്സ്റ്റ് ഫോർത്ത് വൺ ആണ് ദേ ക്വിക്ലി ലോസ് കോൺഫിഡൻസ് ഇൻ പേഴ്സണൽ എബിലിറ്റീസ്. പേഴ്സണൽ എബിലിറ്റീസിലൊക്കെ അവർക്ക് എന്തായിരിക്കും, അവരുടെ കോൺഫിഡൻസ് നഷ്ടപ്പെടും. ഇതാണ് റോൾ ഓഫ് സെൽഫ് എഫിക്കസിയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സ്ട്രോങ് സെൽഫ് എഫിക്കസി ഉള്ള പേഴ്സൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് 4 പോയിന്റ്സ്. ദെൻ വീക്ക് സെൽഫ് എഫിക്കസി ഉള്ള പേഴ്സൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി നെക്സ്റ്റ് പറയുന്നത് സോഴ്സ് ഓഫ് സെൽഫ് എഫിക്കസി ആണ്. ഹൗ ഡസ് സെൽഫ് എഫിക്കസി ഡെവലപ്പ്? ഇനി ഇങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഈ സെൽഫ് എഫിക്കസി നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? ദീസ് ബിലീഫ്സ്, അതൊരു ബിലീഫ് ആണല്ലോ. ബിലീഫ് ബിഗിൻ ടു ഫോം ഇൻ ഏർലി ചൈൽഡ്ഹുഡ്. അതായത് ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ എന്ത് ഫോം ചെയ്യുന്നുണ്ട്, ഈ സെൽഫ് എഫിക്കസി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ആസ് ചിൽഡ്രൻ ഡീൽ വിത്ത് എ വൈഡ് വെറൈറ്റി ഓഫ് എക്സ്പീരിയൻസസ്, ടാസ്ക് ആൻഡ് സിറ്റുവേഷൻ. കുട്ടികള് വ്യത്യസ്ത തരത്തിലുള്ള എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ ടാസ്ക്, സിറ്റുവേഷൻസ് ഒക്കെ ചെറുപ്പത്തില് ഫേസ് ചെയ്യുന്നുണ്ട്. ആ ടൈം തൊട്ട് ഏർലി ചൈൽഡ്ഹുഡിൽ തന്നെ അവർക്ക് ചെയ്യാൻ ആരംഭിക്കുന്നുണ്ട്, സെൽഫ് എഫിക്കസി ഫോം ചെയ്യുന്നുണ്ട്. ഹൗവർ ദ ഗ്രോത്ത് ഓഫ് സെൽഫ് എഫിക്കസി ഡസ് നോട്ട് ആൻഡ് ഡ്യൂറിങ് യൂത്ത്. അവർ യൂത്തിലെത്തുമ്പോൾ ഒരിക്കലും സെൽഫ് എഫിക്കസിയുടെ ഗ്രോ അവിടെ നിൽക്കുന്നില്ല, അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബട്ട് കണ്ടിന്യൂസ് ടു ഇവോൾവ് ത്രൂ ഔട്ട് ലൈഫ് കംപ്ലീറ്റ് സെൽഫ് എഫിക്കസി ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്ന്. കാരണം നമ്മൾ വളർന്നു പോകുമ്പോൾ നമുക്ക് ഓരോ ഏജിലും നമുക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നുണ്ട്, സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്, ഒരുപാട് സ്കിൽസ് ഒക്കെ നമ്മൾ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ പറയുന്നുണ്ട് ഹൗവർ ദ ഗ്രോത്ത് ഓഫ് സെൽഫ് എഫിക്കസി ഡസ് നോട്ട് ആൻഡ് ഡ്യൂറിങ് യൂത്തില് അത് എൻഡ് ചെയ്യൂല, ബട്ട് കണ്ടിന്യൂസ് ടു ഇവോൾവ് ത്രൂ ഔട്ട് ലൈഫിൽ അത് കണ്ടിന്യൂ ചെയ്തു പോകും. ആസ് പീപ്പിൾ അക്വയർ ന്യൂ സ്കിൽ, പീപ്പിൾ എന്ത് ചെയ്യും, ന്യൂ സ്കിൽസ് അക്വയർ ചെയ്യും, എക്സ്പീരിയൻസ് അക്വയർ ചെയ്യും, ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഓരോന്ന് കാര്യങ്ങൾ മനസ്സിലാക്കും. അപ്പൊ സെൽഫ് എഫിക്കസി പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ കുട്ടികളിലും സെൽഫ് എഫിക്കസി ചൈൽഡ്ഹുഡ് തന്നെ ഫോം ചെയ്തിട്ട് പറയുന്നത്. അത് യൂത്തിലെത്തുമ്പോൾ അത് സ്റ്റോപ്പ് ആവില്ല, അത് കണ്ടിന്യൂ ചെയ്യും. അവർ ത്രൂ ഔട്ട് ലൈഫിൽ അത് ഫോം ചെയ്തുകൊണ്ടിരിക്കും. അപ്പോ അക്കോർഡിംഗ് ടു ബന്ദുറ ദർ ആർ 4 മേജർ സോഴ്സ് ഓഫ് സെൽഫ് എഫിക്കസി. ബന്ദുറിനെ സംബന്ധിച്ച് സെൽഫ് എഫിക്കസിയിലെ 4 മേജർ സോഴ്സുകളുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് മാസ്റ്ററി എക്സ്പീരിയൻസസ്. ഫസ്റ്റ് വൺ ആണ്. ഫസ്റ്റ് വൺ, ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രോങ് സെൻസ് ഓഫ് എഫിക്കസി ഈസ് ത്രൂ മാസ്റ്ററി എക്സ്പീരിയൻസ്. അതായത് ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ പെർഫോമിംഗ് എ ടാസ്ക് സക്സസ്ഫുള്ളി സ്ട്രെങ്തൻ അവർ സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി. ഇപ്പൊ ഒരു വ്യക്തി എന്തെങ്കിലും ഒരു ടാസ്ക് പെർഫോം ചെയ്തു, അതിൽ അവർ സക്സസ്ഫുൾ ആയി, ആ ടാസ്ക് സക്സസ്ഫുൾ ആയി. അപ്പൊ അത് എന്തിനെ ഡിറ്റർമിൻ ചെയ്യും? പെർഫോമിംഗ് എ ടാസ്ക് സക്സസ്ഫുള്ളി, ഒരു ടാസ്ക് പെർഫോം ചെയ്ത് സക്സസ്ഫുൾ ആയാൽ എന്തിനു സ്ട്രെങ്തൻ ചെയ്യും? സ്ട്രെങ്തൻ അവർ സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി. നമ്മുടെ സെൻസ് ഓഫ് സെൽഫ് എഫിക്കസിയുടെ സ്ട്രെങ്തൻ ചെയ്യും നമ്മൾ ടാസ്ക് പെർഫോം ചെയ്ത് സക്സസ്ഫുൾ ആയാലേ. However, failing to adequately deal with a task or challenge can undermine and weaken self-efficacy. ഇനി ഒരു ടാസ്ക് നമ്മൾ സക്സസ്ഫുൾ ആയില്ല, നമ്മൾ അവിടെ ഫെയിൽ ആയി, അപ്പൊ അതെന്ത് ചെയ്യും? സെൽഫ് എഫിക്കസിനെ വീക്കൻ. മറ്റത് നമ്മൾ എന്ത് ടാസ്ക് ചെയ്താലും സക്സസ്ഫുൾ ആയാൽ നമ്മൾ എന്തിന് സെൻസ് ഓഫ് സെൽഫ് എഫിക്കസിയിലെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കും. ഇനി അഥവാ നമ്മൾ എന്തെങ്കിലും ടാസ്ക് നമ്മൾ ഫെയിൽ ആയാൽ എന്തോ നമ്മൾ സെൽഫ് എഫിക്കസി വീക്കും. അതാണ് മാസ്റ്ററി എക്സ്പീരിയൻസസിൽ പറയുന്നത്. ദ മോസ്റ്റ് എഫക്റ്റീവ് വേ ഓഫ് ഡെവലപ്പിംഗ് എ സ്ട്രോങ് സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി ഈസ് ത്രൂ മാസ്റ്ററി എക്സ്പീരിയൻസസ്. അതാണ് ആൽബർട്ട് ബന്ദുറ ഫസ്റ്റ് സോഴ്സ് പറയുന്നത്. സെൽഫ് എഫിക്കസിയുടെ മേജർ സോഴ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിലാ ഫസ്റ്റ് ആണ് മാസ്റ്ററി എക്സ്പീരിയൻസ്. ഇനി സെക്കൻഡ് വൺ ആണ് സോഷ്യൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ വിറ്റ്നസിങ് അതർ പീപ്പിൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റിംഗ് എ ടാസ്ക് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് സെൽഫ് എഫിക്കസി. ഇനി നമ്മൾ പറയുന്നത് according to Bandura, when a person see another person or person similar to oneself succeeding by one sustained effort, makes a person raise the belief that they to possess capabilities that could help them master comparable activities and succeed. സോഷ്യൽ മോഡൽ പറയുന്നത് എന്താ വെച്ചാല്, ഇപ്പൊ വേറൊരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡന്റ് അവരെന്ത് ആയിക്കോട്ടെ, ഇപ്പൊ ഒരു എക്സാം അതിൽ നല്ല മാർക്ക് വാങ്ങി, അല്ലെങ്കിൽ അത് മാത്രമല്ല, എക്സാമിന്റെ കേസ് മാത്രമല്ല, അങ്ങനെ എന്തൊരു ഇതായിക്കോട്ടെ, എന്തൊരു ടാസ്ക് അവര് കംപ്ലീറ്റ് ആക്കി,
അപ്പൊ അങ്ങനെ നമ്മൾ കണ്ടാൽ വിറ്റ്നസിങ് അതർ പീപ്പിൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് അല്ലെങ്കിൽ ഒരു തുടർച്ചയായിട്ടുള്ള പ്രാക്ടീസിലൂടെ ഒരു വ്യക്തി ഒരു ടാസ്ക് അറ്റൻഡ് ചെയ്ത് നമ്മൾ കണ്ടാല് അപ്പൊ നമുക്ക് എന്താവും അവിടെ നമുക്കൊരു മോട്ടീവ് വരും. എന്തിനുള്ള എനിക്കും ചെയ്യാം, എന്നെ കൊണ്ടും കഴിയും, ഞാൻ ഇതുപോലെ ചെയ്ത് എന്നെ കൊണ്ടും ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും, ആ ഒരു ഇത് വരും. അപ്പൊ അത് അവിടെ എന്താണ് വരുന്നത്, നമ്മുടെ സെൽഫ് എഫിക്കസിയാണ് വരുന്നത്. സോഷ്യൽ മോഡലിംഗ് വിറ്റ്നസിങ് അതർ പീപ്പിൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ ടാസ്ക്, അതായത് മറ്റുള്ള ആളുകളെ ഏതൊരു ടാസ്ക് കംപ്ലീറ്റ് ആക്കുന്നത് നമ്മൾ കണ്ടാല് അതെന്താണ് ഈസ് അനദർ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് സെൽഫ് എഫിക്കസി. അത് നമ്മുടെ സെൽഫ് എഫിക്കസി കൂട്ടാനുള്ള കാര്യമാണ്. അതായത് അപ്പൊ നമ്മളും എന്തിന് ശ്രമിക്കും, ആ ടാസ്ക് ട്രൈ ചെയ്യാൻ ശ്രമിക്കും. അതാണ് സോഷ്യൽ മോഡലിംഗ് പറയുന്നത്. സെക്കൻഡ് പോയിന്റ് ആണ്. തേർഡ് പോയിന്റ് സോഷ്യൽ പെർസെപ്ഷൻ. സോഷ്യൽ പെർസെപ്ഷൻ പറയുന്നത് someone said something positive and encouraging that helped you achieve a goal. അതായത് ഇപ്പൊ നമ്മൾ ആരെ പറയാം, ഫാദർ ആയിക്കോട്ടെ, നമ്മളെ മദർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ പേരൻസ്, അല്ലെങ്കിൽ ടീച്ചേഴ്സ്, ആരായിക്കോട്ടെ, ആരായാലും നമ്മളോട് പറയാൻ ഒരു പോസിറ്റീവ് ഒരു മോട്ടിവേഷൻ തരാണ്, അല്ലെങ്കിൽ ഒരു എൻകറേജ്മെന്റ് തരാണ്. അത് നമ്മൾ എന്തിനു ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഉള്ളിലുള്ള പേടി ഇതൊക്കെ ഓവർകം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ആ ടാസ്ക് നമുക്കൊരു ഫ്രീ ആയിട്ട് ചെയ്യാൻ കഴിയും. അതാണ് ഈ സോഷ്യൽ പെർസെപ്ഷനിൽ പറയുന്നത്. someone said something positive, ആരെങ്കിലും നമ്മളോട് ഒരു പോസിറ്റീവ് ആയിട്ട് എന്തെങ്കിലും പറയാം, അല്ലെങ്കിൽ എൻകറേജ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, ദാറ്റ് ഹെൽപ്പ് യു അച്ചീവ് എ ഗോൾ, എനിക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞ് നമ്മളെ ഹെൽപ്പ് ചെയ്താൽ, അതായത് ഗെറ്റിംഗ് വെർബൽ എൻകറേജ്മെന്റ് ഫ്രം അതേഴ്സ്. വെർബൽ എൻകറേജ്മെന്റ് നമ്മളോട് പറയാം, എനിക്ക് കഴിയും, നീ ചെയ്യുന്നൊക്കെ പറയാം. അങ്ങനെ വെർബൽ എൻകറേജ്മെന്റ് തന്നാൽ ഫ്രം അതേഴ്സ് ഹെൽപ്സ് പീപ്പിൾ ഓവർകം സെൽഫ് ഡൗട്ട് ആൻഡ് ഇൻസ്റ്റെഡ് ഫോക്കസ് ഓൺ ഗിവിംഗ് ദർ ബെസ്റ്റ് എഫേർട്ട് ടു ദ ടാസ്ക് അറ്റ് ഹാൻഡ്. അതായത് ഇപ്പൊ നമ്മൾ ആരെങ്കിലും നമ്മൾക്കൊരു എൻകറേജ്മെന്റ് തന്നാൽ നമുക്ക് എന്തോ നമ്മൾ ആ ടാസ്ക് ചെയ്യാൻ ശ്രമിക്കും. അതാണ് സോഷ്യൽ പെർസെപ്ഷനിൽ പറയുന്നത്. ഫോർത്ത് വൺ ആണ് സൈക്കോളജിക്കൽ റെസ്പോൺസസ്. സൈക്കോളജിക്കൽ റെസ്പോൺസിൽ പറയുന്നത് അവർ ഓൺ റെസ്പോൺസസ് ആൻഡ് ഇമോഷണൽ റിയാക്ഷൻ ടു സിറ്റുവേഷൻസ് ഓൾസോ പ്ലേ ഇമ്പോർട്ടൻറ്റ് ഓൺ സെൽഫ് എഫിക്കസി. നമ്മുടെ സെൽഫ് എഫിക്കസിയെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. എന്ത് അവർ നമ്മുടെ റെസ്പോൺസ്, അതുപോലെ നമ്മൾ ഇമോഷണൽ റിയാക്ഷൻ ടു ഏതെങ്കിലും സിറ്റുവേഷനിലുള്ള ഇമോഷണൽ റിയാക്ഷനൊക്കെ നമ്മൾ സെൽഫ് എഫിക്കസിയെ ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ വഹിക്കുന്നുണ്ട്. അതിന് പറയുന്നത് എന്താ വെച്ചാൽ മൂഡ്സ്, ഇമോഷണൽ സ്റ്റേറ്റ്സ്, physical reaction and stress levels can all impact how a person feel about their personal abilities in a particular situation. ഏതൊരു സിറ്റുവേഷൻ നമ്മുടെ മൂഡ്സ്, ഇമോഷണൽ സ്റ്റേറ്റ്സ്, ഫിസിക്കൽ റിയാക്ഷൻ, സ്ട്രെസ് ലെവൽസ്, ഇതൊക്കെ നമ്മൾ എന്താണ് ഹൗ എ പേഴ്സൺ ഫീൽസ്, അങ്ങനെ ഒരു പേഴ്സൺ ഫീൽ ചെയ്യുന്നത്, അതായത് അബൌട്ട് ദർ പേഴ്സണൽ അബിലിറ്റീസ് ഇൻ എ പെർട്ടിക്കുലർ സിറ്റുവേഷനിൽ, അതൊക്കെ നമ്മളെ എഫക്ട് ചെയ്യുന്നുണ്ട്. എ പേഴ്സൺ വു ബിക്കം എക്സ്ട്രീംലി നെർവസ്, അതിന്റെ ഒരു ഇത് പറയുന്നത് എന്താ വെച്ചാൽ എ പേഴ്സൺ വു ബിക്കം എക്സ്ട്രീംലി നെർവസ്, പേഴ്സൺ എക്സ്ട്രീംലി നെർവസ് ആയിരിക്കും എപ്പോഴേ ബിഫോർ സ്പീക്കിംഗ് ഇൻ പബ്ലിക്. പബ്ലിക്കിൽ സ്പീക്ക് ചെയ്യണതിന്റെ മുന്നായിട്ട് ചില പേഴ്സൺസ് എന്തായിരിക്കും, എക്സ്ട്രീംലി നെർവസ് ആയിരിക്കും. അത് മേ ഡെവലപ്പ് എ വീക്ക് സെൻസ് ഓഫ് സെൽഫ് എഫിക്കസി ഇൻ ദിസ് സിറ്റുവേഷൻ. അപ്പൊ അതെന്താണ്, അവിടെ വീക്ക് സെൽഫ് എഫിക്കസിയുടെ ഡെവലപ്പ് ചെയ്യൂല. അവർക്ക് എന്താ പറയാ, നെർവസ് ആണ്, അവർക്ക് പേടിയാണ് പബ്ലിക്കിൽ സംസാരിക്കാൻ. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷനൊക്കെ എന്താണ് സെൽഫ് എഫിക്കസി ഡെവലപ്പ് ചെയ്യൂല. അതാണ് സൈക്കോളജിക്കൽ റെസ്പോൺസിൽ പറയുന്നത്. ഇനിയാണ് ബന്ദൂറയുടെ തിയറിനെ കുറിച്ച് പറയുന്നത്. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞു മെയിൻ ടീനെറ്റ്സ് പറഞ്ഞു. മെയിൻ ടീനെറ്റ്സിലാണ് ആ 3 പോയിന്റ്സ് പറഞ്ഞത്. പിന്നെയാണ് ബന്ദൂറ എക്സ്പ്ലെയിൻ ചെയ്ത റെസിപ്രോക്കൽ ഡിറ്റർമിനിസം, അതിനാണ് 3 ഫാക്ടേഴ്സ് പറഞ്ഞത്. സെക്കൻഡ് വൺ ആണ് സെൽഫ് സിസ്റ്റം പറഞ്ഞത്, അതിൽ 4 പോയിന്റ്സ് പറഞ്ഞു. ഇനി ആദ്യത്തെ സെൽഫ് സിസ്റ്റത്തിന് നമ്മൾ സെൽഫ് എഫിക്കസി എക്സ്പ്ലെയിൻ ചെയ്തു. അതിനും പിന്നെയാണ് തേർഡ് വൺ ആണ് പിന്നെ പറയുന്നത് പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്സർവേഷണൽ ലേണിംഗ്. ഇതിൽ ബന്ദൂറ എക്സ്പ്ലെയിൻ ചെയ്തത്, ബന്ദൂറയുടെ ഒരു ഫേമസ് എക്സ്പെരിമെന്റ് ഉണ്ട്. വെറും സൊസൈറ്റിയിൽ നിന്ന് ഒബ്സർവ് ചെയ്ത് മറ്റുള്ളവർ എന്താ ചെയ്യുന്നത് അത് ഒബ്സർവ് ചെയ്തിട്ടാണ് ഒരാൾ ബിഹേവിയറിൽ മോഡിഫിക്കേഷൻ വരുത്തുന്ന, അല്ലെങ്കിൽ ഒരു ബിഹേവിയർ ഫോം ചെയ്ത് വെറുതെ പറഞ്ഞുകൊണ്ടൊരു കാര്യമില്ലല്ലോ. അപ്പൊ അതിന് കറക്റ്റ് എവിഡൻസ് കൊടുക്കണ്ടേ. അതിനുവേണ്ടി ബന്ദൂറ ചെയ്തൊരു എക്സ്പെരിമെന്റ് ആണ് ബോബോഡോൾ എക്സ്പെരിമെന്റ്. ബോബോഡോൾ എന്ന് പറഞ്ഞാൽ അറിയായിരിക്കും, നമ്മൾ ഈ സയൻസ് ഫെയറിനൊക്കെ എഗ്ഗ് വെച്ചിട്ടും അല്ലെങ്കിൽ ബൾബ് വെച്ചിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുമല്ലോ. ഉള്ളിൽ മണൽ എന്തേ വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ട് ഒരു എന്താ പറയാ ഡോളിന്റെ ഷേപ്പിൽ മുകൾ ക്യാപ്പൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്ന ബോബോഡോൾ ഉണ്ടല്ലോ. അത് നമ്മൾ എങ്ങനെ നിർത്തിയാലും സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുള്ളൂ, നമ്മൾ കിടത്തിയാലും വീണ്ടും സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുള്ളൂ. അതാണല്ലോ അതിന്റെ ആ ഒരു പ്രത്യേകത. അതിലെന്താ ബോബോഡോൾ എക്സ്പെരിമെന്റില് ബന്ദൂറ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ബന്ദൂറന്റെ ഒരു സ്റ്റുഡന്റ് ഉണ്ട്. ആ സ്റ്റുഡന്റിനെ വെച്ചിട്ട് ഒരു ഫിലിം ഉണ്ടാക്കിയ ആ ബോബോഡോളിനെ ആ സ്റ്റുഡന്റ് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യാം. അങ്ങനെ ഒരു ഫിലിം ഉണ്ടാക്കി. ഇത് നമ്മൾ സെർച്ച് ചെയ്തപ്പം യൂട്യൂബിലും ഇതൊക്കെ ഞാൻ പലതിലും പല ഇതാണ് കാണുന്നത് ഈ എക്സ്പെരിമെന്റിനെ കുറിച്ച്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിലുള്ളത് ഞാൻ പറയാം. അപ്പോ
ബന്ദൂറയുടെ ഒരു സ്റ്റുഡന്റിനെ വെച്ചിട്ട് ഈ ബോബോ ഡോളിനെ അറ്റാക്ക് ചെയ്യുന്നത്. ഹാമർ ഉണ്ട് കയ്യിൽ, അതായിട്ട് ബോബോ ഡോളിന്റെ അടിക്കുന്നത്, ബോബോ ഡോളിന്റെ മുകളിൽ ഇരിക്കുന്ന ഒരുപാട് അറ്റാക്സ് ചെയ്ത്. അങ്ങനത്തെ ഒരു വീഡിയോ, ആ വീഡിയോ ഒരു കിൻഡർ ഗാർഡനിലുള്ള ഒരു കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു. ഗ്രൂപ്പ് ഓഫ് കിൻഡർ ഗാർഡൻ കുട്ടികൾക്ക് കാണിച്ചു കൊടുത്തു ഈ ഒരു വീഡിയോ. ഈ സ്റ്റുഡന്റ് ബോബോ ഡോളിനെ അറ്റാക്ക് ചെയ്യുന്ന വീഡിയോ കാണിച്ചു കൊടുത്തു. അത് കഴിഞ്ഞതിന് ശേഷം ബന്ദൂർ എന്ത് ചെയ്തു, കിൻഡർ ഗാർഡനിലെ കുട്ടികളെ ഒരു റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ആ റൂമിൽ അവർക്ക് വേണ്ട ടോയ്സ് വെച്ചു. ഇങ്ങനത്തെ ഈ ബോബോ ഡോൾ വെച്ചു, പിന്നെ ഇതുപോലത്തെ ഹാമറും കാര്യങ്ങളും ഒക്കെ വെച്ചു ആ റൂമിൽ. അപ്പൊ ഇവർ ഈ വീഡിയോ കണ്ടതിന് ശേഷം നേരെ മറ്റുള്ള റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോ അവരെന്ത് ചെയ്തു, അവർ ആ ഫിലിമിൽ കണ്ട അതുപോലെ അത് ഒബ്സർവ് ചെയ്തിട്ട് ഇവിടെ ആക്ട് ചെയ്തു. അവര് ബോബോ ഡോളിനെ കണ്ട പാടെ അതിൽ ചിലരെന്ത് ചെയ്തു, ഒരു അഗ്രഷൻ ബിഹേവിയർ കാണിച്ചു എന്ന് പറയുന്നത്. ബോബോ ഡോളിനെ അറ്റാക്ക് ചെയ്തു, ഹാമർ വെച്ചിട്ട് അടിച്ചു, അതിന്റെ മുകളിൽ ഇരുന്നു. അതിൽ ആ ലേഡി ആ വീഡിയോയിൽ സൊക്കേറോ എന്നെന്തോ വേർഡ് വിളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇവരത് ചെയ്തു. പഞ്ചിടിറ്റ്, ഷൗട്ടിഡ്, സൊക്കേറോ എന്ന് വിളിച്ചു, നെക്സ്റ്റ് കിക്ക് ചെയ്തു, ഇരുന്നു, ഹിറ്റ് ചെയ്തു. ആ ലേഡി എന്താ ചെയ്തു, അതുപോലെ തന്നെ ഈ ചിൽഡ്രൻസ് ചെയ്തു. ആദ്യം അവർക്ക് ആ വീഡിയോ കാണിച്ചു കൊടുത്തു, അതിനുശേഷം വേറെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. അവിടെ ഈ ടോയ്സ് ഒക്കെ വെച്ചു, ബോബോ ഡോൾ വെച്ചു, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ റൂമിലേക്ക് ഇവരെ ഷിഫ്റ്റ് ചെയ്യുന്നത്. അവർ അതേ ബിഹേവിയർ ഒബ്സർവ് ചെയ്തു. അപ്പൊ ഇതിന്റെയൊക്കെ ബേസിലാണ് ബന്ദൂറ പറയുന്നത്, ഈ ബിഹേവിയർ എന്ന് പറയുന്നത് ഒബ്സർവേഷനിലൂടെ, അതായത് ലേണിംഗ് ബിഹേവിയറിൽ മോഡിഫിക്കേഷൻ വരുന്നത് നമ്മൾ സൊസൈറ്റിന്ന് ഒബ്സർവ് ചെയ്തിട്ട് അതാണ് ബിഹേവിയർ ബന്ദൂറ പറയുന്നത്. അപ്പൊ അതിന്റെ ബേസിലാണ് ഈ എക്സ്പെരിമെന്റ് നടത്തിയത്. അങ്ങനെ ഒരുപാട് ചേഞ്ചസ് വരുത്തിട്ട് ആദ്യം കിൻഡർ ഗാർഡനിലെ കുട്ടികൾക്ക് റൂമിൽ ആ വീഡിയോ കാണിച്ചു കൊടുത്തിട്ട് അവർ ചെയ്തു. അപ്പൊ അവർ നല്ലോണം അറ്റാക്ക് ചെയ്തു. പിന്നെ അവിടുന്ന് 2-3 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരുപാട് മോഡിഫിക്കേഷൻ നടത്തിയിട്ട് ആ സ്റ്റഡി തന്നെ അതിൽ ബന്ദൂറ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യ ഒരു ഗ്രൂപ്പ് ഓഫ് ചിൽഡ്രൻസിന് ഈ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു, ഇങ്ങനെ ബോബോ ഡോളിനെ അറ്റാക്ക് ചെയ്യണം കാണിച്ചു കൊടുത്തു. അതിനുശേഷം ഈ സ്റ്റുഡന്റ് അറ്റാക്ക് ചെയ്യുന്ന വീഡിയോ കാണിച്ചു കൊടുത്തു ഒരു ഗ്രൂപ്പിന്. സെക്കൻഡ് ഗ്രൂപ്പിന് എന്ത് കാണിച്ചു കൊടുത്തു, ഈ അറ്റാക്ക് ചെയ്യുന്ന വീഡിയോ കാണിച്ചു കൊടുത്ത്, അറ്റാക്ക് ചെയ്ത വീഡിയോ കാണിച്ചു കൊടുത്ത കൂടെ തന്നെ ആ അറ്റാക്ക് ചെയ്ത സ്റ്റുഡന്റ് ഇല്ലേ, ആ സ്റ്റുഡന്റിനെ പണിഷ് ചെയ്തു. ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ അറ്റാക്ക് ചെയ്യരുതെന്ന് പറഞ്ഞ് അവനെ പണിഷ് ചെയ്തു ആ ഒരു സ്റ്റുഡന്റിനെ. ഫസ്റ്റ് സ്റ്റേജിൽ ഫസ്റ്റ് ഗ്രൂപ്പിനെ ഒന്നും പറഞ്ഞില്ല, നത്തിങ് സാർ. സെക്കൻഡിനാണ് അവരെന്ത് ചെയ്തു, പണിഷ് ചെയ്തു. തേർഡിൽ എന്ത് ചെയ്തു, അവരെന്ത് കൊടുത്തു, അറ്റാക്ക് ചെയ്ത സ്റ്റുഡന്റിന് റിവാർഡ് കൊടുത്തു, ക്യാൻഡി അങ്ങനെ എന്തെങ്കിലും ഗിഫ്റ്റ് ആയിട്ട് റിവാർഡ് കൊടുത്തു. അപ്പൊ ഇങ്ങനെ 3 സെക്ഷൻ ആയിട്ടാണ് നടത്തിയത്. അതില് ബന്ദൂർ എക്സ്പ്ലെയിൻ ചെയ്തത് എന്താന്ന് വെച്ചാല്, ഒന്നും പറയാത്ത കുട്ടികൾ കുഴപ്പമില്ല. സെക്കൻഡ് വണ് റിവാർഡ് കൊടുത്തില്ല. ആ റിവാർഡ് കൊടുത്ത കുട്ടികൾ എന്ത് ചെയ്തു, കൂടുതൽ അവരെ മറ്റൊരു റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോ അവരെന്ത് ചെയ്തു, ആ റിവാർഡ് കൊടുത്ത കുട്ടികൾ അവർക്കും അങ്ങനെ റിവാർഡ് കിട്ടും എന്നുള്ളൊരു മോട്ടീവ് വന്നുകൊണ്ട് ആ ഒരു റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോ അവരെന്ത് ചെയ്തു, അതേ ബിഹേവിയർ കാണിച്ചു. ഇവിടെ വന്നിട്ട് ബോബോ ഡോളിന്റെ റൂമിൽ ബോബോ ഡോളിനെ അറ്റാക്ക് ചെയ്തു. അപ്പൊ അവിടുന്ന് അവർക്കൊരു മോട്ടീവ് കിട്ടി, ഞങ്ങൾക്ക് റിവാർഡ് കിട്ടും എന്നുള്ള ഒരു മോട്ടീവ് കിട്ടിയതുകൊണ്ട് ഇവിടെ വന്നിട്ട് അതുപോലെ തന്നെ ബോബോ ഡോളിനെ അറ്റാക്ക് ചെയ്തു. അപ്പൊ അവർ പറയുന്നത് ഈ റിവാർഡ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് അത് എന്തിനെ സ്ട്രെങ്തൻ ചെയ്യുന്നത്, ബിഹേവിയറിനെ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട് എന്നും കൂടെ ബന്ദൂറെ കണ്ടെത്തി ഈ സ്റ്റഡിയിൽ. അതിൽ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്, ഒരുപാട് സ്റ്റഡീസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഒരുപാട് സ്റ്റഡീസ് ബന്ദൂറ ചെയ്തിട്ടുണ്ട് ഈ ഒരു കാര്യം, ഇതിന് കറക്റ്റ് എവിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ സ്റ്റഡി ബോബോ ഡോൾ എക്സ്പെരിമെന്റ്, ബന്ദൂറയുടെ ബോബോ ഡോൾ എക്സ്പെരിമെന്റ് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആ ബോബോ ഡോൾ എക്സ്പെരിമെന്റ് അപ്പൊ നമ്മളോട് പറഞ്ഞു, ഒബ്സർവേഷനിലൂടെയാണ് മറ്റുള്ളവർ എന്താ ചെയ്യുന്നത് എന്നുള്ള ഒബ്സർവേഷനിലൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ബിഹേവിയർ ഫോം ചെയ്യുന്നത്. അപ്പം ഈ ബന്ദൂറ ഇങ്ങനെ സ്റ്റഡി നടത്തി. അതിനുശേഷം all these variations allowed Bandura to establish that there were certain steps involved in the modeling process. അതായത് ഈ മോഡലിംഗ് പ്രോസസ് പറയാൻ കാരണം അവിടെ ഒരു മോഡൽ ഉണ്ട്. കുട്ടികൾ എന്തിനാണ് ആ ഒരു സ്റ്റുഡന്റിനെ ഇമിറ്റേറ്റ് ചെയ്താണല്ലോ ആ എന്താ പറയാ ബോബോ ഡോളിനെ അറ്റാക്ക് ചെയ്യുന്നത്, ആ സ്റ്റുഡന്റ് അറ്റാക്ക് ചെയ്തു. അപ്പൊ അത് ഇമിറ്റേറ്റ് ചെയ്താണല്ലോ ഈ കുട്ടികൾ ചെയ്തത്. അപ്പൊ അതൊരു മോഡലിംഗ് പ്രോസസ് എന്ന് പറയും. ഈ ഒബ്സർവേഷൻ ലേണിങ്ങിനെ തന്നെ നമ്മൾ പറയുന്ന വേറൊരു പേര് കൂടെ എന്ത് മോഡലിംഗ് എന്നും കൂടി പറയും, അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് വിളിക്കും. അപ്പം ഇങ്ങനെ ഒബ്സർവേഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ ഒരു ബിഹേവിയർ ഒബ്സർവ് ചെയ്തിട്ട് നമ്മൾ ലേൺ ചെയ്തെടുക്കുക, അല്ലെങ്കിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്സ് ഉണ്ട്. അതിൽ 4 സ്റ്റെപ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് എന്ത്, അറ്റൻഷണൽ പ്രോസസ്. ഏതൊരു കാര്യം നമ്മൾ അറ്റൻഷൻ കൊടുത്താലല്ലേ
നമുക്ക് ആ ഒരു കാര്യം ലേൺ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഫസ്റ്റ് വന്നാണ് അറ്റൻഷണൽ പ്രോസസ്സ്. അറ്റൻഷണൽ പ്രോസസ്സിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇൻ ഓർഡർ ടു ലേൺ യു നീഡ് ടു പേയിങ് അറ്റൻഷൻ. അതായത് നമുക്കൊരു കാര്യം പഠിക്കണമെന്നില്ല, നമുക്ക് എന്തായാലും അവിടെ ഒരു അറ്റൻഷൻ കൊടുക്കണം. Either that distract your attention is going to have negative effect on observation learning. അതായത് പല ഡിസ്ട്രാക്ഷൻ നമുക്ക് അവിടെ നമ്മളെ സറൗണ്ടിങ്സിൽ സംഭവിച്ചാല്, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ സംഭവിച്ചാൽ നമുക്ക് എന്താണ്, നമ്മൾ ഒബ്സർവേഷൻ ലേണിംഗിൽ അത് നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും അല്ലെ. നമ്മളൊരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങേപ്പുറത്ത് അതിലും വലിയ ശബ്ദത്തിൽ വേറെ എന്തെങ്കിലും സോങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒബ്സർവേഷൻ ലേണിംഗ് അവിടെ നടക്കൂലല്ലോ. അതാണ് ഈ പറയുന്ന അറ്റൻഷൻ പ്രോസസ്സിൽ. ഇഫ് ദ മോഡൽ ഈസ് ഇൻട്രസ്റ്റിംഗ്, ഇനി നമ്മൾ നോക്കുന്ന മോഡൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ, നമ്മൾ നോക്കുന്ന മോഡല് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, യു ആർ ഫാർ മോർ ലൈക്ലി ടു ഡെഡിക്കേറ്റ് യുവർ ഫുൾ അറ്റൻഷൻ ടു ലേണിംഗ്. നമുക്ക് അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മോഡലാണ്, നമ്മൾ എന്ത് ചെയ്യും, ഫുൾ ഡെഡിക്കേഷൻ നമ്മൾ എന്തിനു കൊടുക്കും, ടു ഡെഡിക്കേറ്റ് യുവർ ഫുൾ അറ്റൻഷൻ ടു ദ ലേണിംഗ്. നമ്മൾ ഫുൾ അറ്റൻഷൻ കൊടുക്കൂ ആ ഒരു ഇതിന്. നമ്മളെ മോഡലിന് അത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ. ഇഫ് യു ആർ ഗോയിങ് ടു ലേൺ, നമ്മൾ എന്തെങ്കിലും ലേൺ ചെയ്യാൻ വേണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ബി പേയിങ് അറ്റൻഷൻ. അത് അതിനെ പറയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ലേൺ ചെയ്ത് നമുക്ക് അവിടെ അറ്റൻഷൻ കൊടുക്കണം. നെക്സ്റ്റ് അതിന്റെ എക്സാമ്പിൾ പറയുന്നത് എന്താന്ന് വെച്ചാൽ, യു ആർ സ്ലീപ്പി, ഗ്രോഗി, ഡ്രഗ്ഡ്, സിക്ക്, നെർവസ് ഓർ ഹൈപ്പർ. നിങ്ങൾ ഉറങ്ങാൻ പോവുക, അല്ലെങ്കിൽ ഡ്രഗ് അല്ലെങ്കിൽ അസുഖം, അല്ലെങ്കിൽ നെർവസ്, ഹൈപ്പർ, ഏതൊരു സ്റ്റേജ് ആയിക്കോട്ടെ, നമുക്ക് എന്ത് ചെയ്യൂല, അവിടെ ലേൺ ചെയ്യാൻ കഴിയില്ല ഇങ്ങനത്തെ ഒരു സ്റ്റേജിലൊന്നും. അല്ലാത്ത ടൈമിൽ നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കും. ഓക്കെ, ഇതിൽ പറഞ്ഞു ഇഫ് ദ മോഡൽ ഇസ് കളർഫുൾ ആൻഡ് ഡ്രാമാറ്റിക്, അതായത് മോഡൽ കളർഫുൾ ആയിക്കോട്ടെ ഡ്രാമാറ്റിക് ആയിക്കോട്ടെ, അപ്പൊ നമ്മൾ എന്ത് കൊടുക്കും, കൂടുതൽ അറ്റൻഷൻ കൊടുക്കും. മോഡൽ ഇസ് അട്രാക്റ്റീവ് ഓർ പ്രസ്റ്റീജിയസ്, അപ്പിയേഴ്സ് ടു ബി പർട്ടിക്കുലർ കോമ്പറ്റന്റ്, വി വിൽ പേ മോർ അറ്റൻഷൻ. അപ്പൊ നമ്മൾ അട്രാക്റ്റീവ് ആയാലും പ്രസ്റ്റീജിയസ് ആയാലും അപ്പിയേഴ്സ് ടു ബി പർട്ടിക്കുലർ കോമ്പറ്റന്റ് ആയാലും വി വിൽ പേ മോർ അറ്റൻഷൻ. അപ്പൊ അവിടെ നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കും. ആൻഡ് ഇഫ് ദ മോഡൽ സീം മോർ ലൈക്ക് അവർ സെൽഫ്, നമ്മൾ മോഡൽസ് സീം മോർ ലൈക്ക് അവർ സെൽഫ്, വി വിൽ പേ മോർ അറ്റൻഷൻ, കൂടുതൽ അറ്റൻഷൻ കൊടുക്കും. നമ്മളെ പോലെ നമ്മളെ എന്തെങ്കിലും ബിഹേവിയർ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഫീൽ ചെയ്യാൻ എന്തെന്നുണ്ടെങ്കിൽ നമ്മൾ അവരിലും കൂടുതൽ അറ്റൻഷൻ കൊടുക്കും. ദീസ് കൈൻഡ് ഓഫ് വേരിയബിൾസ് ഡയറക്റ്റഡ് ബന്ദൂറ ടുവാർഡ്സ് ആൻ എക്സാമിനേഷൻ ഓഫ് ടെലിവിഷൻ. ഈ ഒരു ഇത് വെച്ചിട്ടാണ് ബന്ദൂറ എന്ത് ചെയ്തു, ദീസ് കൈൻഡ്സ് ഓഫ് വേരിയബിൾസ് ഡയറക്റ്റഡ് ബന്ദൂറ ടുവാർഡ്സ് ആൻ എക്സാമിനേഷൻ ഓഫ് ടെലിവിഷൻ ആൻഡ് ഇറ്റ്സ് എഫക്ട് ഓൺ കിഡ്സ്. അതായത് ബന്ദൂർ എന്ത് എക്സാമിനേഷൻ നടത്തി, ടെലിവിഷന്റെയും അതിന്റെ എഫക്ട് കുട്ടികളിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ളതിന്റെ, കിഡ്സിൽ എങ്ങനെ എഫക്ട് ചെയ്യുന്നതിന്റെ ഒരു സ്റ്റഡിയോടെ നടത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ പറഞ്ഞു ഒബ്സർവേഷൻ ലേണിംഗിലുള്ള ഫസ്റ്റ് പ്രോസസ്സാണ് അറ്റൻഷണൽ പ്രോസസ് പറഞ്ഞു. ആ എക്സ്പെരിമെന്റിന്റെ ബേസിൽ പറയാണ് ബന്ദൂറ. അതിനാണ് ഫസ്റ്റ് വൺ ആണ് അറ്റൻഷണൽ പ്രോസസ്. അതിൽ സെക്കൻഡ് വൺ ആണ് റിറ്റൻഷണൽ പ്രോസസ്. റിറ്റൻഷണൽ പ്രോസസ് എന്ന് പറഞ്ഞാല് നമ്മളൊരു കാര്യം അറ്റൻഡ് ചെയ്തു, അറ്റൻഷൻ കൊടുത്താൽ മാത്രം പോരല്ലോ. റിറ്റൻഷണൽ പ്രോസസ് എന്ന് പറഞ്ഞാല് ദ എബിലിറ്റി ടു സ്റ്റോർ ഇൻഫർമേഷൻ ഈസ് ഓൾസോ an ഇമ്പോർട്ടന്റ് പാർട്ട് ഓഫ് ദി ലേണിംഗ് പ്രോസസ്. ലേണിംഗ് പ്രോസസിന്റെ ഒരു ഇമ്പോർട്ടന്റ് പാർട്ടാണ് എന്ത്, എബിലിറ്റി ടു സ്റ്റോർ ഇൻഫർമേഷൻ. റിറ്റൻഷൻ പറഞ്ഞാൽ നമ്മൾ ഇൻഫർമേഷൻ നമ്മൾ അറ്റൻഡ് ചെയ്ത് ഇൻഫർമേഷൻ സ്റ്റോർ ചെയ്യുക, അതാണ് റിറ്റൻഷണൽ പ്രോസസ്സിൽ പറയുന്നത്. റിറ്റൻഷൻ ക്യാൻ ബി അഫക്റ്റഡ് ബൈ എ നമ്പർ ഓഫ് ഫാക്ടേഴ്സ്, but the ability to pull up information later and act on it is vital to be observation learning. നെക്സ്റ്റ് ഈ ഒരു നമ്മൾ സ്റ്റോർ എന്ന് പറഞ്ഞ റിട്ടൻഷൻ പ്രോസസ്സിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത ഇൻഫർമേഷനെ സ്റ്റോർ ചെയ്ത് വെക്കാണ്. ഇത് എങ്ങനെയായിരിക്കും, ചിലപ്പോൾ ഇമേജ് ആയിട്ടായിരിക്കും നമ്മളെ മൈൻഡിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുക, ബ്രെയിൻ. ദിസ് വേർ ഇമേജറി, ചിലപ്പോൾ ഇമേജ് ആയിട്ടായിരിക്കും, എന്തെങ്കിലും ഇപ്പൊ ഡാൻസ് ചെയ്യുന്ന ഒരു വീഡിയോ അങ്ങനത്തെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇമേജ് ആയിട്ടിരിക്കും. നെക്സ്റ്റ് ലാംഗ്വേജ്, ഇപ്പൊ ആരെയും കാര്യങ്ങൾ പറഞ്ഞാലേ ടീച്ചേഴ്സ് എന്തെങ്കിലും പഠിപ്പിക്കാൻ അങ്ങനെ എന്ത് കാര്യം ആയിക്കോട്ടെ നമ്മൾ എന്തായിരിക്കും, അത് ലാംഗ്വേജ് ഇമേജറി ആയിട്ടും നമ്മൾ സേവ് ചെയ്ത് വെക്കും, അല്ലെങ്കിൽ ലാംഗ്വേജ് ആയിട്ടും. വി സ്റ്റോർ വാട്ട് ഹി ഹാവ് സീൻ ദ മോഡൽ ഡൂയിങ് ഇൻ ദ ഫോം ഓഫ് മെന്റൽ ഇമേജ് ഓർ വെർബൽ ഡിസ്ക്രിപ്ഷൻ. അതായത് മോഡല് ചെയ്ത കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ മെന്റൽ ഇമേജസ് ആയിട്ടായിരിക്കും സ്റ്റോർ ചെയ്ത്, അല്ലെങ്കിൽ വെർബൽ ഡിസ്ക്രിപ്ഷൻസ് ആയിട്ടായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുക. സ്റ്റോർ വി കൻ ലേറ്റർ ബ്രിങ്സ് അപ്പ് ദ ഇമേജ് ഓർ ഡിസ്ക്രിപ്ഷൻ. നമുക്ക് സ്റ്റോർ ചെയ്ത കാര്യങ്ങൾ പിന്നെ നമുക്ക് ആവശ്യം നമ്മൾ എന്ത് ചെയ്യും, ഇമേജ് ആയിട്ട് ഇപ്പം എവിടെയെങ്കിലും ഡാൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ, ഡാൻസ് ചെയ്ത് വീഡിയോ ഒക്കെ നമ്മൾ കണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതൊരു ഇമേജ് ആയിട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരാം. നെക്സ്റ്റ് പിന്നെ ആരെയും പറഞ്ഞ എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് വെർബൽ ഡിസ്ക്രിപ്ഷൻസ്, അതായത് ലാംഗ്വേജ്, അത് അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ വേർഡ്സിലൂടെ ആയിരിക്കും നമുക്ക് എന്താ പറയാ റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് തേർഡ് വണ് എത്തി. ഫസ്റ്റ് അറ്റൻഷണൽ പ്രോസസ് ആണ് ഒബ്സർവേഷൻ ലേണിംഗിൽ, സെക്കൻഡ് റിട്ടൻഷണൽ പ്രോസസ് ആണ്, തേർഡ് വൺ ആണ് റീപ്രൊഡക്ഷൻ പ്രോസസ്. റീപ്രൊഡക്ഷൻ നമ്മൾ ഫസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്തു ഒരു ഇൻഫർമേഷന്, ദെൻ റിട്ടൻഷൻ ചെയ്തു സെക്കൻഡ് വൺ, അതായത് നമ്മൾ സ്റ്റോർ ചെയ്തു ഇൻഫർമേഷന്. തേർഡ് വൺ ആണ് റീപ്രൊഡക്ഷൻ പ്രോസസ്. ഈ സ്റ്റോർ ചെയ്ത ഇൻഫർമേഷന് പിന്നൊരു ആവശ്യം വരുമ്പോൾ നമുക്ക് റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കണം. ആ ഒരു കഴിവാണ് എന്ത്
റീപ്രൊഡക്ഷൻ പ്രോസസ്, അതാണ് തേർഡ് സ്റ്റെപ്പ്. എന്തിന്റെ? ഒബ്സർവേഷൻ ലേണിംഗിന്റെ തേർഡ് സ്റ്റെപ്പാണ് പറയുന്നത് റീപ്രൊഡക്ഷൻ പ്രോസസ്സ്. അതിലൊരു എക്സാമ്പിൾ പറയുന്നത് എന്താന്ന് വെച്ചാല്, ഇമാജിൻ ദർ പെർഫോമൻസ്, അതായത് അത്ലറ്റ്സിന്റെ കേസിൽ അവരെന്ത് ചെയ്യും? ഇമാജിൻ ദർ പെർഫോമൻസ്, ആ ഒരു പെർഫോമൻസ് ഇൻ ദർ മൈൻഡ്സ് ഐ പ്രിയർ ടു ആക്ച്വൽ പെർഫോം. അതായത് ഇപ്പൊ ഒരു പെർഫോം ചെയ്യാൻ റെഡി ആയി നിൽക്കുമ്പോൾ അവരെന്ത് റിമൈൻഡ് ചെയ്യും? അവര് ആദ്യമുള്ള അവരുടെ പെർഫോമൻസ് അവരെ എന്താ പറയാ മൈൻഡ്സ് ഐക്ക് കൊണ്ടുവരും. അതാണ് ഈ റീപ്രൊഡക്ഷൻ പ്രോസസ്സിൽ പറയുന്നത്. നമ്മൾ അറ്റൻഡ് ചെയ്തു, പിന്നെ അത് റിട്ടൻഷൻ സ്റ്റോർ ചെയ്ത് വെച്ചു, ആ സ്റ്റോർ ചെയ്ത് വെച്ചതിന് വേണ്ടി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് റീപ്രൊഡക്ഷൻ പ്രോസസ്സ്. ഫോർത്ത് വണ്ണാണ് എന്ത്? മോട്ടിവേഷൻ പ്രോസസ്. ഒരു മോട്ടിവേഷൻ, അതായത് ഇതിന്റെ എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഇഫ് യു സീ അനദർ സ്റ്റുഡന്റ് റിവാർഡ്. അപ്പൊ നമ്മളെ ക്ലാസ്സിലുള്ള ഏതെങ്കിലും സ്റ്റുഡന്റ്, നമ്മളെ ഫ്രണ്ട്സ് ആരായിക്കോട്ടെ, അവർക്ക് ഇഫ് യു സീ അനദർ സ്റ്റുഡന്റ് റിവാർഡഡ് വിത്ത് എക്സ്ട്രാ ക്രെഡിറ്റ് ഫോർ കമ്മിങ് ടു ദ ക്ലാസ് ഓൺ ടൈം, അതായത് ക്ലാസ്സിൽ കറക്റ്റ് ടൈമിൽ വന്നതിന് അവർക്കൊരു ക്രെഡിറ്റ് കൊടുത്തു, ടീച്ചേഴ്സ് എക്സ്ട്രാ റിവാർഡ് കൊടുത്തു. അത് കണ്ടാൽ നമ്മൾ എന്ത് ചെയ്യും? പിറ്റേ ദിവസം നമ്മൾ എന്ത് ചെയ്യും? ശ്രമിക്കും. എന്ത്? ഷോ അപ്പ് എ ഫ്യൂ മിനിറ്റ്സ് ഇയർലി ഈച്ച്, ഓരോ ദിവസവും കറക്റ്റിന് വരെ നമ്മൾ ശ്രമിക്കാം. നമുക്ക് അവിടെ ഒരു മോട്ടീവ് കിട്ടി. അതായത് ഇങ്ങനെ ഇവർക്ക് ഇങ്ങനെ കറക്റ്റ് ടൈമിൽ വന്നു, ടീച്ചേഴ്സ് റിവാർഡ് കൊടുത്തു, അപ്പൊ നാളെ എന്തുകൊണ്ട് എനിക്കൊന്ന് ചെയ്തുകൂടെ, എനിക്കും കഴിയും എന്നുള്ള രീതിയിൽ അവിടെ ഒരു മോട്ടീവ് കിട്ടി. അതാണ് മോട്ടിവേഷണൽ പ്രോസസ്സ്. ഒബ്സർവേഷൻ ലേണിംഗിന്റെ 4 സ്റ്റെപ്സ് ആണ് അറ്റൻഷണൽ പ്രോസസ്, റിട്ടൻഷണൽ പ്രോസസ്, റീപ്രൊഡക്ഷൻ പ്രോസസ്, മോട്ടിവേഷണൽ പ്രോസസ്. ഇങ്ങനെ 4 സ്റ്റെപ്സ് ആണ്. അതിലാ മോട്ടിവേഷൻ പ്രോസസ് എന്ന് പറയുന്നുണ്ട്, അവിടെ പാസ്റ്റ് റീഫോഴ്സ്മെന്റ് ഉണ്ട്, പ്രോമിസ് റീഫോഴ്സ്മെന്റ് ഉണ്ട്, അങ്ങനത്തെ നമ്മൾ മോട്ടിവേഷന്റെ വൈകാരിക റീഫോഴ്സ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ പണിഷ്മെന്റ് ഉണ്ട് 3 പാസ്റ്റ് പണിഷ്മെന്റ്, പ്രോമിസ് പണിഷ്മെന്റ്, വൈകാരിക് പണിഷ്മെന്റ്. ഇങ്ങനെ മോട്ടിവേഷൻ പറയുന്ന 6 ഫാക്ടേഴ്സ് ആണ്. നെക്സ്റ്റ്, അപ്പൊ ബന്ദുറ സോഷ്യൽ ലേണിംഗ് തിയറിയിലെ എക്സ്പെരിമെന്റ് നടത്തി, അതിന്റെ ബേസിൽ സോഷ്യൽ ഒബ്സർവേഷൻ ലേണിംഗ് എന്തിന്റെയൊക്കെ ബേസിൽ ഏതൊക്കെ സ്റ്റെപ്സിലൂടെ കടന്നു പോകുന്ന ആ 4 സ്റ്റെപ്സ് പറഞ്ഞു. അതിനുശേഷം പിന്നെ പറയുന്നതാണ് വൈകാരിയസ് ലേണിംഗ്. വൈകാരിയസ് ലേണിംഗ് എന്ന് പറഞ്ഞാല് കാര്യമൊന്നുമില്ല, നമ്മൾ ഈ ഒരു പറഞ്ഞ കാര്യം തന്നെ പറയുന്നത്, അതായത് ഒബ്സർവേഷൻ, നമ്മൾ ഒരു ബിഹേവിയർ ഫോം ചെയ്ത് നമ്മൾ പറഞ്ഞു, ഒബ്സർവേഷനിലൂടെയാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ക്ലോസ്ലി റിലേറ്റഡ് ഒബ്സർവേഷൻ ലേണിംഗ് വികാരിയസ്, ഒബ്സർവേഷൻ ലേണിംഗിന് വികാരിയസ് ലേണിംഗ് അനദർ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചേഴ്സ് ഓഫ് ബന്ദുറ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി. അതായത് എന്താ പറയാ, ബന്ദുറയുടെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയുടെ മറ്റൊരു ഫീച്ചറാണ് എന്ത്? വികാരിയസ് ലേണിംഗ് ഓർ ദി പ്രോസസ് ഓഫ് ലേണിംഗ് ഫ്രം ദി അതർ പീപ്പിൾസ് ബിഹേവിയർ. അതായത് വികാരിയസ് ലേണിംഗ് പറഞ്ഞാല് പ്രോസസ് ഓഫ് ലേണിംഗ് ഫ്രം അതർ പീപ്പിൾ ബിഹേവിയർ, മറ്റുള്ള ആളുകളിൽ നിന്നും നമ്മൾ ലേൺ ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സ്. ഈ വികാരിയസ് ലേണിംഗ് എന്ന് പറഞ്ഞാൽ അതിനാണ് സംഭവം. ഇസ് എ സെൻട്രൽ ഐഡിയ ഓഫ് സോഷ്യൽ കോഗ്നിറ്റീവ് തിയറി. ഇതാണ് എന്ത്? സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിയുടെ സെൻട്രൽ ഐഡിയ. ദിസ് ഐഡിയ അസേർട്സ് ദാറ്റ് ഇൻഡിവിജ്വൽസ് ക്യാൻ വിറ്റ്നസ് ഒബ്സർവ് ബിഹേവിയേഴ്സ് ഓഫ്, അതായത് ഇൻഡിവിജ്വൽസ് മറ്റുള്ളവരുടെ ബിഹേവിയർ ഒബ്സർവ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്തിട്ടാണ് എന്ത് അവർ ഓരോന്നും ഫോം ചെയ്തെടുക്കുന്നത്. ദെൻ റീപ്രൊഡ്യൂസ് ദ സെയിം ആക്ഷൻ, അത് അവർ പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്തെടുക്കും പിന്നെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ. As a result of this, individuals refrain from making mistakes and can perform behaviors better if their individuals complete them successfully. അപ്പൊ വികാരിയസ് ലേണിംഗ് അതിനെ കുറച്ചും കൂടെ കഴിഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്, നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കുക. അപ്പോ തേർഡ് പോയിന്റ് ആണ് ഇവാലുവേഷൻ ഓഫ് ബന്ദുറാസ് തിയറി. ബന്ദുറയുടെ തിയറിനെ കുറിച്ചുള്ള ഇവാലുവേഷൻ. അതിൽ പറയുന്നത്, the theory of Bandura has been demonstrated to bring powerful predictions and has generated useful applications in a large number of areas of human behavior. ഹ്യൂമൻ ബിഹേവിയറിലാണ് ബന്ദുറ കൂടുതൽ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ബന്ദുറ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് ടു മേക്ക് പവർഫുൾ പ്രഡിക്ഷൻ ആൻഡ് ഹാസ് ജനറേറ്റഡ് യൂസ്ഫുൾ ആപ്ലിക്കേഷൻ ഇൻ ദ ലാർജ് നമ്പർ ഓഫ് ഏരിയാസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ. എക്സ്പെരിമെന്റ് നടത്തി, അത് എവിടെ കറക്റ്റ് എവിഡൻസിന് വേണ്ടി എക്സ്പെരിമെന്റ് നടത്തി, ബോബോഡോള് എക്സ്പെരിമെന്റ് നടത്തി. ബന്ദുറാസ് തിയറി ഇസ് വെൽ ഗ്രൗണ്ടഡ് ഇൻ റിസർച്ച്. Its terms are very tightly and clearly defined, so they lend themselves well to empirical research. Probably the most significant contribution of social cognitive theory is applied value. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് മെറിറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിലും, however, in spite of above merits, Bandura's theory has some limitations. അവിടെ എന്തുണ്ട്? കുറച്ച് ലിമിറ്റേഷൻസ് അവർ നോട്ട് ചെയ്തിട്ടുണ്ട്. അതിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല്, behavior has been found to be more consistent than is argued by the Bandura's theory, which focuses a great deal on the situation.
എന്താ പറയുന്നത് വെച്ചാൽ സം റിസർച്ചേഴ്സ് ഹാവ് ആർഗ്യൂഡ്, ചില റിസർച്ചേഴ്സ് ആർഗ്യൂ ചെയ്തു. എന്താ ചെയ്തത്? ദ തിയറി ലാക്സ് അറ്റൻഷൻ ടു ബയോളജിക്കൽ ഓർ ഹോർമോണൽ പ്രോസസ്, അതായത് ബയോളജിക്കൽ അല്ലെങ്കിൽ ഹോർമോണൽ പ്രോസസ്സിലൊന്നും കൂടുതൽ അറ്റൻഷൻ കൊടുത്തിട്ടില്ല ബന്ദൂറ പറയുന്നത് സൊസൈറ്റിന്ന് നമ്മൾ ഒബ്സർവ് ചെയ്തെടുക്കുകയാണ്. അതുകൊണ്ട് ബയോളജിക്കൽ ഫാക്ടേഴ്സിനും ബയോളജിക്കൽ ആൻഡ് ഹോർമോണൽ പ്രോസസ്സിന് കൂടുതൽ അറ്റൻഷൻ കൊടുത്തിട്ടില്ല, വല്ലാത്ത അറ്റൻഷൻ കൊടുത്തിട്ടില്ല. അതൊരു എന്താ പറയുക ഡിമെറിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. പിന്നെ പറയേണ്ടത് എന്താന്ന് വെച്ചാല് പ്രോബബ്ലി ഓഫ് മോസ്റ്റ് സിഗ്നിഫിക്കൻസ് ഇസ് ദ ക്രിറ്റിസിസം ദാറ്റ് ദ തിയറി ഇസ് നോട്ട് യൂണിഫൈഡ് കൺസെപ്റ്റ്സ് ആൻഡ് പ്രോസസ് സച്ച് ആസ്, ഇതിൽ പറയുന്ന ഒബ്സർവേഷൻ ലേണിംഗ്, സെൽഫ് എഫിക്കസി ഒക്കെ ഹാവ് ബീൻ ഹൈലി റിസർച്ച്ഡ്, എന്താ പറയുക റിസർച്ച് ചെയ്തിട്ടില്ല. ബട്ട് ദർ ഹാസ് ബീൻ ലിറ്റിൽ എക്സ്പ്ലനേഷൻ അബൌട്ട് ദ റിലേഷൻഷിപ്പ് എമംഗ് ദ കൺസെപ്റ്റ്സ്. ഇങ്ങനെ എക്സ്പെരിമെന്റ് ഒക്കെ നടത്തി നല്ല എക്സ്പെരിമെന്റ് ഒക്കെ നടത്തിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാലും ഒബ്സർവേഷൻ ലേണിംഗ് അതുപോലെ സെൽഫ് എഫിക്കസി ഇതിനെ കുറിച്ചൊക്കെ എന്താണ് ലിറ്റിൽ എക്സ്പ്ലനേഷൻ അബൌട്ട് ദ റിലേഷൻ എമംഗ് ദ പ്രോസസ് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റിന്റെ ഒക്കെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താ കുറച്ച് എക്സ്പ്ലനേഷൻ ആയിട്ടുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒന്നും ബന്ദൂറ തന്നിട്ടില്ല എന്നാണ് ഈ ഇവാലുവേഷൻ ഓഫ് ബന്ദൂറാസ് തിയറിയിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ. മെയിൻ ആയിട്ട് ബന്ദൂറയുടെ സോഷ്യൽ കോഗ്നിറ്റീവ് തിയറിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അതില് എന്താണ് സോഷ്യൽ ലേണിംഗ് തിയറി എന്ന് പറഞ്ഞിട്ട് ഒരു 10 മാർക്സിനെങ്ങാനും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൽ മെയിൻ ടീനറ്റ്സ് 3 പോയിന്റ്സ് വരുന്നുണ്ട്. പിന്നെ ആൽബർട്ട് ബന്ദൂറിനെ കുറിച്ച് കുറച്ച് ഡിസ്കസ് ചെയ്തു. അതിൽ ഫസ്റ്റ് വണ്ണാണ് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം. ആ റെസിപ്രോക്കൽ ഡിറ്റർമിനിസത്തിലാണ് റെസിപ്രോക്കൽ ആയിട്ടുള്ള ഇന്ററാക്ഷൻ ആണ്. 3 ഫാക്ടേഴ്സ് പറഞ്ഞു. പേഴ്സണൽ ഫാക്ടേഴ്സ്, അതിലാണ് കോഗ്നിറ്റീവ് വരുന്നുണ്ട്, അഫക്റ്റീവ് വരുന്നുണ്ട്, പിന്നെ ബയോളജിക്കൽ ഇവന്റ്സ് വരുന്നുണ്ട്, പിന്നെ എന്താണ് ഈ എക്സ്റ്റേണൽ എൻവയോൺമെന്റ്. ഈ റെസിപ്രോക്കൽ ഡിറ്റർമിനിസത്തിൽ വരുന്ന 3 ഫാക്ടേഴ്സ് ആണ്. പിന്നെ പറയുന്നത് സെൽഫ് സിസ്റ്റം ആണ്. സെൽഫ് സിസ്റ്റത്തില് 4 പോയിന്റ്സ് പറഞ്ഞു. സെൽഫ് ഒബ്സർവേഷന്, ജഡ്ജ്മെന്റ്, സെൽഫ് റെസ്പോൺസ്, സെൽഫ് എഫിക്കസി 4 പോയിന്റ്സ് പറഞ്ഞു. സെൽഫ് സിസ്റ്റത്തില് അതായത് റെസിപ്രോക്കൽ ഡിറ്റർമിനിസം 3 ഫാക്ടേഴ്സ് റെസിപ്രോക്കൽ ആയിട്ടാണ് ഇന്ററാക്ഷൻ പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് വേണ്ടേ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അറൈസ് ചെയ്തപ്പോൾ വന്ന ഒരു ഇതാണ് എന്ത് സെൽഫ് സിസ്റ്റം ആണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് ബന്ദൂറ പറഞ്ഞു. അതിന്റെ ബേസിലാണ് ഈ 4 സ്റ്റെപ്സ് വന്നത്. സെൽഫ് ഒബ്സർവേഷൻ, ജഡ്ജ്മെന്റ്, സെൽഫ് റെസ്പോൺസ്, സെൽഫ് എഫിക്കസി, ഇങ്ങനെ 4 പോയിന്റ്സ് വന്നത്. അതിൽ തന്നെ പറയുന്നതാണ്. പിന്നെ നമ്മൾ സെൽഫ് സിസ്റ്റത്തിൽ പറഞ്ഞു സെൽഫ് എഫിക്കസിന്റെ റോള്, സ്ട്രോങ് ആയിട്ടുള്ള സെൽഫ് എഫിക്കസി ഉള്ള പേഴ്സൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, വീക്ക് സെൽഫ് എഫിക്കസി ഉള്ള പേഴ്സൺസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ സെൽഫ് എഫിക്കസിന്റെ സോഴ്സുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്തു, എങ്ങനെയൊക്കെ ഫോം ചെയ്യും. അതിനാണ് മാസ്റ്ററി എക്സ്പീരിയൻസ് പറഞ്ഞത്. അതായത് ടാസ്ക് സക്സസ്ഫുൾ ആയാലും നമുക്ക് നമ്മുടെ സെൽഫ് എഫിക്കസി സ്ട്രെങ്തൻ ചെയ്യും, ഫെയിൽ ആയാൽ അത് വീക്ക് ആവും എന്ന് പറഞ്ഞു. സോഷ്യൽ മോഡലിംഗ് നമ്മൾ ആരുടെയും സൊസൈറ്റിയിൽ നിന്ന് ആരെങ്കിലും കണ്ടു സക്സസ്ഫുൾ ആയ ഒരു ടാസ്ക് അറ്റൈൻ ചെയ്ത് നമ്മൾ കണ്ടാല് അത് നമുക്കൊരു മോട്ടീവാണ്. അപ്പൊ നമ്മളും അത് ചെയ്യാൻ ശ്രമിക്കും. അപ്പൊ നമ്മൾ സെൽഫ് എഫിക്കസി അവിടെ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ സോഷ്യൽ പെർസെപ്ഷൻ, ഏതൊരു വ്യക്തി നമ്മളോട് പറയാൻ എനിക്ക് അത് കഴിയുമെന്ന് പറഞ്ഞ് ഒരു വെർബൽ എൻകറേജ്മെന്റ് തന്നാൽ അത് നമ്മൾ സെൽഫ് എഫിക്കസി ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. സോഷ്യൽ പെർസെപ്ഷൻ ആണ് 3rd പോയിന്റ്. 4th വണ്ണാണ് സൈക്കോളജി റെസ്പോൺസ് പറയുന്നത്. പിന്നെയാണ് പറയുന്നത് 3rd പോയിന്റ് ആണ് പറയുന്നത് എന്താ പറയാ പ്രിൻസിപ്പിൾസ് ഓഫ് ഒബ്സർവേഷൻ ലേണിംഗ്. അതിലാണ് ബോബോഡോൾ എക്സ്പെരിമെന്റ് പറയുന്നത്. ബോബോഡോളിൽ വെച്ച് എക്സ്പെരിമെന്റ് നടത്തി. അപ്പൊ അതവിടെ ഒരുപാട് വേരിയേഷൻ സ്റ്റഡീസിൽ നടത്തി, ഒരുപാട് എക്സ്പെരിമെന്റിൽ നടത്തി. അപ്പൊ അത് മനസ്സിലായി എന്താണ് ഒബ്സർവ് ചെയ്തിട്ടാണ് ഓരോന്നും ലേൺ ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പൊ അതിൽ പറയുന്ന ഒരു കാര്യം ഞാൻ സ്റ്റഡി ചെയ്തപ്പം അതാണ്, നമ്മളിപ്പോ ചെറിയ മക്കളൊക്കെ വീണാല്, ചെയർ തട്ടി വീണാൽ, അതിലൊരു പാവം തട്ടി വീണാൽ നമ്മൾ എന്ത് ചെയ്യുക സ്പോട്ടില് അവരൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി നമ്മൾ അതിനൊറ്റ അടി എടുക്കും. സാരില്ല കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ചെയ്യാൻ പാടില്ല. അവർക്ക് അവരെ മിസ്റ്റേക്ക് അവർ വളരുമ്പോൾ അവർക്ക് അവരെ മിസ്റ്റേക്സ് അവർ മനസ്സിലാക്കുക എന്ന് പറയുന്നത്. നിങ്ങൾ ഒരിക്കലും മക്കളെ ഒരു അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്താല് നമ്മുടെ അടുത്തുള്ള എന്താ വസ്തു അതിനെ പോയി ഒരു അടി അടിക്കണം, അതൊരിക്കലും ചെയ്യരുതെന്ന് പറയുന്നത്. അത് അവർക്ക് വലുതാവുന്നതിനനുസരിച്ച് അവരെ മിസ്റ്റേക്സ് അവർ മനസ്സിലാക്കൂല. അതിന് അവരുടെ ബിഹേവിയർ ഒരുപാട് പ്രോബ്ലം വരും. അതൊക്കെ ഈ ഒരു ബോബോഡോൾ എക്സ്പെരിമെന്റിന്റെ ഇതിലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതിൽ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട് അതൊക്കെ. അപ്പോ അങ്ങനെയാണ് ഒബ്സർവേഷൻ ലേണിംഗ് ബോബോഡോൾ എക്സ്പെരിമെന്റിൽ കീഴിൽ വന്നതാണ്. അതിന്റെ സ്റ്റെപ്സ് ആണ് അറ്റൻഷന്, റിട്ടൻഷന്, റീപ്രൊഡക്ഷന്, മോട്ടിവേഷൻ പ്രോസസ്. ഈ 4 സ്റ്റെപ്സ് ആണ് പറയുന്നത്. പിന്നെ വികാരിയസ് ലേണിംഗ്, ദെൻ ഇവാലുവേഷൻ ഓഫ് ബന്ദൂറാസ് തിയറി. ഇതുവരെയാണ് ഈ ചാപ്റ്റർ ഉള്ളത്. അപ്പൊ ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ റെക്കോർഡിംഗ് ഓഫ് ചെയ്യണം. റെക്കോർഡിംഗ് ഓഫ് ചെയ്യാൻ